ഇതെന്താ മ്യൂസിക് എന്നറിയാമോ? അയോധ്യയിലെ തീം സോങ് ആണ്. എത്ര പേര് എത്തി ലൈവില്? രാമനാമ ജപസാഗരം മനം തുടിപ്പൂ ലോകരിൽ രാമഭക്തരി. മെസ്സേജ് നോക്കാനുള്ള സമയമല്ല മാതാജി, നാളെ നോക്കും. നാളെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് നോക്കും. രാമനാമ ജപസാഗരം മനം തുടിപ്പൂ ലോകരിൽ രാമഭക്തരി. ഭാരതാത്മാംശമാം രാമനുണരുന്നിതാ ആഞ്ജനേയ ഹൃദയം നിർവൃതി കൊള്ളുകയായി. ധർമ്മരാജമൂർത്തേ നിൻ പ്രാണപ്രതിഷ്ഠയായി. ധർമ്മമൂർത്തിക്കയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയായി. രാമ 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 ശ്രീരാമ രാമ 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 സീതാഭിരാമ രാമ 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 ശ്രീരാമ രാമ 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 ലോകാഭിരാമ രാമ. അലയടിപ്പൂ രാമനാമ ജപസാഗരം മനം തുടിപ്പൂ ലോകരിൽ രാമഭക്തരി. അച്ഛൻ കൊടുത്ത വാക്കിനെ പാലനം ചെയ്ത രാമ. ഇച്ഛകൾ സ്വയം ഒതുക്കി കാടണഞ്ഞ രാമ. അച്ഛൻ കൊടുത്ത വാക്കിനെ പാലനം ചെയ്ത രാമ. ഇച്ഛകൾ സ്വയം ഒതുക്കി കാടണഞ്ഞ രാമ. ദുഷ്ടനിഗ്രഹങ്ങൾ സ്വയം ഏറ്റെടുത്ത രാമ. പുഞ്ചിരിക്കുള്ളിൽ നോവൊതുക്കിയും ത്യാഗമാർന്ന രാമ. സത്യധർമ്മം പുലർത്താൻ വ്രതനിശ്ചയം കൊണ്ട രാമ. മാതൃകാ പുരുഷനായി വിശ്വം ആദരിച്ച രാമ. രാമ 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 ശ്രീരാമ രാമ 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 സീതാഭിരാമ രാമ 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 ശ്രീരാമ രാമ 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 ലോകാഭിരാമ രാമ. ആസുരർക്കു മുന്നിൽ കോദണ്ഡപാണിയായി. രാഷ്ട്രഹൃദയത്തിലോ ധർമ്മ വിഗ്രഹമൂർത്തിയായി. ആസുരർക്കു മുന്നിൽ കോദണ്ഡപാണിയായി. രാഷ്ട്രഹൃദയത്തിലോ ധർമ്മ വിഗ്രഹമൂർത്തിയായി. രാമരാജ്യമുയരാൻ പ്രാണനേകിയോർക്കാൻ ശ്രാദ്ധമൂട്ടുന്നു സരയുവും മിഴിനീരണിഞ്ഞിതാ. ദേവവൃന്ദമൊന്നായി പുഷ്പവൃഷ്ടി ചൊരിയേ. രാമമന്ത്രങ്ങളാ പ്രാണപ്രതിഷ്ഠയാ. രാമ 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 ശ്രീരാമ രാമ 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 സീതാഭിരാമ രാമ. അലയടിപ്പൂ രാമനാമ ജപസാഗരം മനം തുടിപ്പൂ ലോകരിൽ രാമഭക്തരി. ഭാരതാത്മാംശമാം രാമനുണരുന്നിതാ ആഞ്ജനേയ ഹൃദയം നിർവൃതി കൊള്ളുകയായി. ധർമ്മരാജമൂർത്തേ പ്രാണപ്രതിഷ്ഠയായി. ധർമ്മമൂർത്തിക്കയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയായി. രാമ 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 ശ്രീരാമ രാമ 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 സീതാഭിരാമ രാമ 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 ശ്രീരാമ രാമ 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 ലോകാഭിരാമ രാമ. എങ്ങനെയുണ്ട് തീം സോങ്? കൊള്ളാം അല്ലേ? ഇന്നലെ കുറേ വർക്ക് ഉണ്ടായിരുന്നു, എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്, ക്ഷമിക്കണം. ഉള്ള ശബ്ദത്തിൽ നമുക്ക് ക്ലാസ് എടുത്ത് പോകാം കേട്ടോ. Power off.
അപ്പം ഇന്ന് നമ്മുടെ കിച്ചുടനും ശ്രീമതി രാധാറാണിക്കും ഹാരം അണിഞ്ഞിരിക്കുന്നത് ചന്ദന ലിജു മൂലം നക്ഷത്രം. പാൽപ്പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസം വെച്ച് കഴിഞ്ഞു. കുറേ നേരം ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഉറുമ്പ് വരും. അത് രാവിലെ കഴിഞ്ഞു. ഹാരം അണിഞ്ഞിരിക്കുന്നത് ചന്ദന ലിജു. ചന്ദന ലിജുവിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഒക്കെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും നൽകട്ടെ. നമ്മൾ ഇന്നലെ കുറച്ച് സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ എടുത്തു അല്ലേ, അതെല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നെ ഗീത, നമ്മളൊരു കൊല്ലത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഗീത ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. മഞ്ജരീസിലേക്കൊന്ന് മെസ്സേജ് ഇട്ട് വയ്ക്കുക. ഞാനും ഒരു 2 ആഴ്ചക്കാലില്ലാതായിട്ട് എൻ്റേതായ പ്രശ്നങ്ങളുമായിട്ടുള്ള ഓട്ടവും മഞ്ജരീസിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടൈറ്റ് ഷെഡ്യൂളാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ട് വെച്ചോളൂ. ഞാൻ രാത്രി 1 മണിക്കോ 2 മണിക്കോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെസ്സേജായിട്ട് നോക്കി അതിനുള്ള മറുപടി തരാം. ആരും ധൃതി വെക്കരുത് പ്ലീസ്, എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇന്നാണെങ്കിൽ കുറച്ചും കൂടെ ടെൻഷൻ കൂടി, കാരണം അമ്മ പനിയായിട്ട് താഴെ കിടക്കുകയാണ്. അപ്പോൾ അവളുടെ പിള്ളേരെയും രാവിലെ സ്കൂളിൽ വിട്ടു. ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും റെഡിയാക്കണം. എല്ലാം കൂടി ഒരു ടൈറ്റായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും കഴിക്കുകയും തിന്നുകയും ഉറങ്ങുകയൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ദയവായി എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല, മെസ്സേജ് അയച്ചിട്ട് നോക്കിയില്ല, അങ്ങനെയുള്ള പരാതികളൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയരുത്. നാളെ ആണെങ്കിൽ എനിക്ക് അർജൻറ്റായിട്ടൊന്ന് തിരുപ്പൂർ വരെ പോകണം. നാളെ എനിക്ക് വർക്ക് അവിടെയാണ്. നാളെ വൈകുന്നേരം 8:45 ട്രെയിനിന് പോയാൽ മറ്റന്നാൾ രാവിലെ അവിടെ എത്തും. അന്നത്തെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസമേ ചെന്നൈയിലെത്തും. അപ്പം ഒരു എന്താ പറയുക, ജീവൻ മരണ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇപ്പം ഞാൻ. അപ്പോൾ എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ചിട്ടുള്ളൂ, ഞാൻ നോക്കിക്കോളാം, സമയം പോലെ നോക്കിക്കോളാം. ഓക്കെ, ഒന്ന് ക്ഷമയോടെ സമാധാനത്തോടെ ഇരിക്കുക. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇനി അമ്മൂനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകണം. കാരണം അവൾക്ക് ഹോസ്പിറ്റലിൽ അവൾ കിടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ പകുതി മുക്കാലും ജോലി വീണ്ടും എൻ്റെ തലയിൽ തന്നെയാവും. അപ്പം ബിന്ദുമ്മ ഉണ്ട്, ബിന്ദുമ്മയ്ക്ക് കുക്കിങ്ങൊന്നും അറിയില്ല. ഒരു കുക്കിങ്ങിൻ്റെ ABCD അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് കൂടിയുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടേ പോകാൻ പറ്റൂ. ഇങ്ങനെ 2 ദിവസത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ പുളിസാദം, തക്കാളിച്ചോറ്, പിന്നെ മോരുകറി ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ നടക്കൂ. സാമ്പാർ, പിന്നെ ഒരു 7-8 ദിവസമൊക്കെ ആണ് ഇല്ലാത്തതെങ്കിൽ തൊട്ടപ്പുറത്തെ ചേച്ചി ഏൽപ്പിക്കും. അപ്പോൾ അവരുടെ അച്ഛന് ആക്സിഡൻ്റായിട്ട് അവരിപ്പം നാട്ടിലാണുള്ളത്, മധുരയിൽ. അപ്പോൾ ആ ചേച്ചി ഇവിടെ ഇല്ല. അപ്പോൾ ഈ 2 ദിവസത്തേക്കുള്ളത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടി. എന്താണ്, എനിക്കൊരു ഗീത തരുമോ മഞ്ജരീസിൽ നിന്നും? ആഗ്രഹം കൂടാണ്. പിന്നെന്താ സംശയം, തരാലോ. ഗീത സ്റ്റോക്കൊന്നും എത്തട്ടെ കേട്ടോ. 4-5 ഗീതകൾ നേരത്തെ ബുക്ക് ചെയ്തവർക്ക് കൊടുക്കണം, ഞാൻ തരാം. അതിനെന്താ, ഗീത ആർക്ക് വേണമെങ്കിലും കൊടുക്കുക. കുറേ പേര് ഡൊണേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഗ്രഹമുള്ള, എന്താ പറയുക, ഗീതയോട് ബഹുമാനമുള്ള, ഗീത എന്താണെന്ന് മനസ്സിലാക്കിയവരുടെ കൈകളിലേക്ക് ഗീത കൊടുക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാത്തവർക്ക് ഗീത കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഗീത തരാം, ഒന്നും പ്രശ്നമില്ല. എസ്താ സമ്പാടിക്കണ്ണൻ എനിക്കൊരു അഡ്രസ്സ് ഒന്ന് വാട്സപ്പ് ചെയ്തിരും, ഞാൻ ഗീത തരാം. ഓക്കെ, പിന്നെ മറ്റെന്താ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. ഇന്ന് 2 പേരെ സ്കൂളിൽ വിടലും അവരുടെ തലമുടി ചീകി കെട്ടിക്കൊടുക്കലും, എന്താ പറയുക, അങ്ങനത്തെ കുറേ ഓട്ടമായത് കാരണം ഒന്നും കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് കേട്ടോ ബിന്ദുമ്മ. അതും നോക്കണം ഇതും നോക്കണം, 100 കാര്യങ്ങൾ തലയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. ബിന്ദുമ്മ എവിടെ? ബിന്ദുമ്മേ, എന്തെടുക്കുക അവിടെ? അത് പച്ചക്കറി വേഗം വാങ്ങിച്ചിട്ട് വന്നാലേ 12:30 അവൾക്ക് ചോറ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ബിന്ദുമ്മയാണ് ഇവിടെ. എന്താ പറയുക, എന്താണ് രാജിമാതാജി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ക്ലിക്കറും ഇല്ലേ, മാലയും ഇല്ലേ, അന്നദാനവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം ഉണ്ടെന്നറിയാം ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുമ്പോൾ. എത്ര സങ്കടം ഉണ്ടെന്നറിയാം ഈ ഒരു വാക്ക് ഇവിടെ കേൾക്കുമ്പോൾ. അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ? പിന്നെ എന്തിനാ മഞ്ജരീസ് റൺ ചെയ്യുന്നത്? ഇത്രയും നാൾ അന്നദാനം കൊടുത്ത മാതാജി കണ്ടില്ലേ? ആ കൊടുക്കുന്ന പാവം പെണ്ണ് ഇന്നലെ രാത്രി മുതൽ വയ്യാണ്ട് പനിച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാതെ ഒരു മൂലക്കിൽ കിടക്കുകയാണ്. 8 ദിവസം ഗുരുവായൂരിലായിരുന്നില്ലേ ഞങ്ങളെല്ലാവരും? അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വയ്യാതിരുന്നിട്ടും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതല്ലേ. ഇന്നലെയും ഫുൾ ടൈം ക്ലാസ് എടുത്തില്ലേ? ഇന്നലെ പകൽ ജോലി ചെയ്യുന്നതിന് പകരം ടൈം മാറ്റിയെടുത്തിട്ട് 8 മണിക്ക് പോയി ഡബ്ബിങ് തീർത്തിട്ട് വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ ഈ വീട്ടിലെത്തിയത്. എന്നിട്ട് കിടന്നുറങ്ങാതെ വീട്ടിലെ ജോലിയും ചെയ്ത് രാവിലെ കുട്ടികളെ സ്കൂളിലേക്കും, അവരെ അമ്മൂൻ്റെ 2 മക്കളെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റുമോ? അവരും നമ്മുടെ മക്കളല്ലേ. അവർക്ക് തലമുടിയും വാരിക്കെട്ടി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി അവരെ സ്കൂളിലും വിട്ട് വീടും തുടച്ച് ക്ലീനാക്കി ഭഗവാന്റെ ഹാരവും അണിഞ്ഞ് എന്താ പറയുക ഭഗവാന് പാൽപ്പായസം ഉണ്ടാക്കി കൊടുത്ത്
ഇനി ഉച്ചയ്ക്കുള്ള ചോറും ഉണ്ടാക്കി അവർക്ക് ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന 100 കോൾസ് അറ്റൻഡ് ചെയ്യുന്നു, ക്ലാസ് മിസ് ചെയ്യുന്നില്ല, നാളെ വൈകുന്നേരം 8:45 തിരുപ്പൂരിലേക്ക് ഷൂട്ടിന് പോകണം. ഇതിൻ്റെ ഇടയിൽ എന്തിനാ മാതാജി ഇങ്ങനെ ഒരു കുത്തിക്കൊണ്ടൊരു ചോദ്യം? മോശമല്ല എങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു രാജി മാതാജി. കാരണം നിങ്ങളൊക്കെ എപ്പോഴും ക്ലാസ് കാണുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഇതിൽ ഈ ലൈവ് കാണുന്ന എത്രയോ പേർക്ക് അവർ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടിയിട്ടിരിക്കുന്നു. എല്ലാം ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 2 കയ്യല്ലേ ഉള്ളൂ മാതാജി. നമ്മളും ഒരു സ്ത്രീയല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട. എല്ലാ ലൈവിലും ഞാനിത് പറയുന്നതല്ലേ. നമ്മൾക്കും എന്താ പറയുക, കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ജോലിക്ക് പോകണ്ടേ? ജോലിക്ക് പോകാതെ എനിക്ക് എൻ്റെ വീടിൻ്റെ വാടക കൊടുക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? ആ ജോലീൻ്റെ ഇടയിലല്ലേ ഞാൻ ഇതുമൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ ഇടയിലല്ലേ അതും ചെയ്യുന്നത്. അവൾ രാവിലെ മുതൽ പനിച്ച് വിറച്ച് 2 ബെഡ്ഷീറ്റും പുതച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം വളരെ മോശമായിപ്പോയി. അത് എനിക്ക് ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ നല്ലോണം എനിക്ക് ഫീൽ ചെയ്തു, ശരിക്കും ഫീൽ ചെയ്തു. ഈ ഒരു രാമചരിതം കയ്യിൽ വെച്ച് പറയുന്നു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആ ബിന്ദുമ്മയ്ക്ക് ഒരു വക തമിഴും കാര്യങ്ങളറിയില്ല, പാവം. അതാണ് ഇപ്പോൾ കടയിൽ പോയിട്ട് പച്ചക്കറി മേടിക്കാൻ പോണത്. ശരിക്കും ഫീൽ ചെയ്തു. അത് ഒന്നാമത് എനിക്ക് അമ്മുന് വയ്യാതെ കിടന്നിട്ട് നല്ല സങ്കടമുണ്ട്. കാരണം ആ പെണ്ണിന് എത്ര വയ്യെങ്കിലും അതിവിടെ വന്ന് ഓടി ആ പഠിക്കുന്ന 2 കുട്ടികളും കൂടെ രാത്രി 12-1 മണി വരെ ഇരുന്ന് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല. അങ്ങനെ ഒരു ചോദ്യം ഈ സമയത്ത് വേണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നുള്ളത്, എന്നിട്ടും വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം. എത്രയോ മെസ്സേജ് മഞ്ജരീസിൽ കിടക്കുന്നു, 1000ൻ്റെ പുറത്ത് മെസ്സേജ് കിടക്കുന്നു. അതെല്ലാം എന്താ പറയുക, നോക്കി വരണം. നിങ്ങൾക്ക് തന്നെ അറിയാം, പലപ്പോഴും രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ഞാൻ ഉറങ്ങാതെ ഇരുന്നാണ് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നത്. ഈ ചെയറിലിരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവാണ്. എന്നാലും എനിക്ക് വിഷയമില്ല, സന്തോഷം തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്ലിക്കറും ഇല്ലേ, ജപമാലയും ഇല്ലേ, അന്നദാനവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ. ഒരു ദിവസം നമ്മുടെ ഒരാളുടെ വീട്ടിലെ പണി തീർക്കാൻ തന്നെ നമ്മൾ എത്രമാത്രം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. വീട്ടിലെ ജോലി പറയുന്ന നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ജോലിയും ഇവിടെ ഞാനും ചെയ്യുന്നുണ്ട്. എനിക്ക് സെർവൻ്റ് ഇല്ല. ബിന്ദമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. ഒരു കാപ്പി ഇടാൻ മാത്രമേ ആ പാവത്തിനറിയൂ. അത് അവരുടെ ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അവർക്ക് അറിയില്ല. അവർ 10-17 വർഷം പുറത്തായിരുന്നു. അതിനറിയില്ല അവർക്ക് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കണം. അവരുടെ വിശപ്പും കൂടെ മാറ്റാനുള്ള ഭക്ഷണം 2 ദിവസത്തേക്ക് എൻ്റെ ഈ 2 കൈകൾ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ? മോശമായിപ്പോയി. ആ ഒരു ചോദ്യം വേണ്ടായിരുന്നു. സാരമില്ല, പോട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മെഷീനായി കാണുമ്പം എന്താ പറയുക, അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നൊരു ടെൻഡൻസിയിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നും. അത് അങ്ങനെ മാത്രമേ തോന്നും. അതിനിടയിൽ സാധനങ്ങൾ നമ്മളിവിടെ നിന്ന് അയച്ചു കഴിയുമ്പോൾ പലർക്ക് ശമ്പളം കിട്ടില്ല. ചിലവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വയ്യായികൾ വന്നിട്ട് അവർ കയ്യിലുള്ള കാശ് എടുത്തു പോവും. അപ്പോൾ അവർക്ക് വാങ്ങിയ സാധനങ്ങളുടെ പൈസ തരാതെ ആകുമ്പം ഞാൻ അതും എല്ലാം റോൾ ചെയ്ത് ബോംബെയിലേക്കുള്ള സെറ്റിൽമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലേ. എത്രയോ പേര് വിളിച്ച് സങ്കടങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഞാൻ കേൾക്കുന്നു, അവർക്ക് സമാധാനം കൊടുക്കുന്നു. ചില കാര്യങ്ങൾ എന്താ പറയുക, പിന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. കുട്ടികളുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും നോക്കുന്നു. എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിന് ചെന്ന് നിൽക്കുമ്പം അവിടുന്ന് സാറ് പറയുന്നു മൈൻഡ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പല പ്രാവശ്യം പറയുന്നു മൈൻഡ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് ശബ്ദം അടഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് ഞാൻ കയറി വന്നത്. ഇന്നും എനിക്കൊരു പരാതിയില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എത്ര വേണമെങ്കിലും എന്താ പറയുക, എത്ര വേണമെങ്കിലും ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്, മഞ്ജരീസിന് വേണ്ടിയിട്ടും എൻ്റെ പേഴ്സണൽ ലൈഫിനും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് മെസ്സേജ് ഇടരുത്. നമുക്കൊരു വിഷമം തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഫീൽ ചെയ്ത് പറഞ്ഞു. എനിക്ക് അമ്മ വയ്യാതെ കിടന്നിട്ട് നല്ല സങ്കടമുണ്ട്. കാരണം ഇന്നലെ രാത്രി ഒരു കപ്പ് കാപ്പി ഇട്ട് കൊടുക്കാൻ പോലും എനിക്ക് അവളുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല. ആ 2 കുട്ടികൾക്കാണെങ്കിൽ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളുടെ ഉറക്കം കളഞ്ഞാൽ എന്തിനു പറ്റും? ബിന്ദുമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ പാവത്തിന് ഉറക്കം നിൽക്കുന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാണ്. അതിന് വല്ല വയ്യായികം വന്നാൽ ഇതിൻ്റെ ഇടയിൽ അതും ഒരു പ്രശ്നമാണ്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. എല്ലാം ഒന്ന് ചിന്തിക്കുക. രാവിലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി തീർത്തിട്ട് നമുക്ക് വൈകുന്നേരം 3-4 മണിയാലും റെസ്റ്റ് കിട്ടുന്നില്ല. അത്ര തന്നെ ജോലി ഈ വീട്ടിലുണ്ട്, അതിനേക്കാൾ കൂടുതൽ. കാരണം ഭഗവാന്റെ കാര്യം നോക്കണം, അതിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ. അതിനെനിക്ക് വെറുതെ ഒരു വിഗ്രഹം പോലെ കൊണ്ടിടാൻ പറ്റുമോ കിച്ചൂട്ടനെ? പാവത്തിന് എത്രയോ പേര് പാൽപ്പായസം വെക്കുന്നു. ആ പാൽപ്പായസം എന്താ പറയുക, അതിന് രാവിലെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുമോ? ഭഗവാന്റെ കാര്യങ്ങളും നോക്കണ്ടേ. അവിടെ കാര്യങ്ങൾ ചെയ്ത് തീരുമ്പോൾ തന്നെ എത്ര സമയമാവും എന്നറിയും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പം തെറ്റല്ലേ? നമ്മൾ മനസ്സിലാക്കണ്ടേ ഓരോരുത്തരുടെ കാര്യങ്ങൾ, അവരവരുടെ പ്രയാസങ്ങൾ, അവരെത്രമാത്രം ഓട്ടത്തിൻ്റെ ഇടയിലായിരിക്കുമെന്ന്.
ക്ലാസ് കേൾക്കുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ കേട്ടോ. എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്താ പറയുക, സങ്കടമാണ്. ഇത്രയും ക്ലാസ്സുകൾ എടുത്ത് തന്നിട്ടും ഇങ്ങനെയൊക്കെയാണ് മഞ്ജരീസ് റൺ ചെയ്യുന്നതെന്ന് ആവർത്തി കുറി പറഞ്ഞിട്ടും അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾക്ക് ലൈവിൽ കയറി ഇങ്ങനെ ജപമാല എവിടെ, ക്ലിക്കർ എവിടെ, അന്നദാനം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു ഒരാഴ്ചയും കൂടെ കഴിയാതെ എനിക്ക് അന്നദാനത്തിൻ്റെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അശുദ്ധിയാവുന്ന സമയത്ത് കഴിയുന്നതും ഞാൻ അന്നദാനം ചെയ്യാറില്ല. 1 സിവിയറായിട്ടുള്ള സ്റ്റൊമക്ക് പെയിൻ, 2 ഹെവി ബ്ലീഡിങ്, 3 ഓപ്പൺലി പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വരികയാണ്, 3 അശുദ്ധി ആയിക്കൊണ്ട് ആ അന്നദാനത്തിൻ്റെ ഭക്ഷണം കൊണ്ടുപോയി ഭഗവാന് വെക്കാൻ കഴിയില്ല. അപ്പോൾ ആ ദിവസങ്ങൾ, ആ ഒരാഴ്ചക്കാലം ഞങ്ങൾ അന്നദാനം എന്താ പറയുക ബ്ലോക്ക് ചെയ്തിടും. മനസ്സിലായില്ലേ? ഇപ്പം ഇന്നൊന്ന് അതെല്ലാം റെഡിയായി വന്നപ്പോഴേക്കും അത് പനിച്ച് വയ്യാതെ കിടപ്പാണ്, ഒട്ടും വയ്യ. ഞാൻ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 100ൻ്റെ പുറത്താണ് അതിന്. ക്ലാസ് തീർത്തിട്ട് വേണം എനിക്ക് അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ. ഒരു ഓട്ടോ വിളിച്ച് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എങ്ങാനും അവളെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തെ യാത്ര മുതൽ എല്ലാം പടപടപടപടേന്ന് പറഞ്ഞ് ബ്ലോക്കും ക്യാൻസലും ആവും. അവൾ വരും, അവൾ അങ്ങനെയാണ്. എത്ര പനിച്ച് കിടന്നാലും അമ്മു ഞാൻ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നാളെ പുതച്ച് മൂടി യാത്ര ചെയ്യും. നമ്മുടെ മഞ്ജരീസിന് വേണ്ടിയില്ലേ നീ ഒറ്റയ്ക്ക് ഓടുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ രാജീവ് മാതാജി ഇങ്ങനൊരു മെസ്സേജ് വേണ്ടായിരുന്നു, സാഹചര്യം തെറ്റിപ്പോയി. അത് ഇന്നലെയും ഞാനിതൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ഇന്ന് നേരം വെളുത്തപ്പം തന്നെ അങ്ങനെ ഒരു മെസ്സേജ് വേണ്ടായിരുന്നു. സാരമില്ല, രാജീവ് മാതാജി എന്നും ക്ലാസ് കേൾക്കുന്ന ഒരാളാണ്. പുതിയതായിട്ട് വരുന്ന ഒരാളിൽ നിന്ന് കേട്ടാൽ നമുക്ക് വിഷയമില്ല, എന്നും ഉണ്ടാകുന്ന ഒരാളിൽ നിന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമമാണ്. എനിക്കിപ്പോൾ അവളുടെ വീട്ടിലത്തെ തുണിയെല്ലാം കഴുകണം, ഇവിടുത്തെ തുണിയെല്ലാം കഴുകണം, മക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ യൂണിഫോമും കഴുകിയിടണം, എല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾക്ക് ഓടാൻ. പോട്ടെ സാറില്ല, വിട്ടുകളി. നമ്മൾ ഉത്തര രാമചരിതാമൃതത്തിൽ 26ാമത്തെ അധ്യായമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ടോട്ടൽ നമുക്ക് മാക്സിമം പോയാൽ എത്ര അധ്യായങ്ങളുണ്ട്? 76 അധ്യായങ്ങളുണ്ട്. താങ്ക്സ് പ്രഭു. അമ്മുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആ പെൺകുട്ടി ഒരുത്തിയുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്രയും ഇതാവുന്നത്. നമ്മുടെ ഗുരുവായൂർ നടന്ന ഫംഗ്ഷൻ്റെ കണക്കുകൾ ഇതുവരെ ദിവ്യയും ഞാനും ആരും ഞങ്ങളത് തീർത്തിട്ടില്ല. അത് ഒരു ടെൻഷൻ വേറെ ഒരു സൈഡിൽ കൂടി പോകുന്നു. കാരണം അവിടെയും കുറേ പേയ്മെൻറ്റ് കിട്ടാനുണ്ട്. ബോംബെയിലേക്ക് കൊടുക്കേണ്ട പൈസ എടുത്തിട്ടാണ് അവിടുത്തെ മൊത്തം പേയ്മെൻറ്റും സെറ്റിൽ ചെയ്ത് വന്നത്. ബോംബെയിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബുക്സിൻ്റെ പേയ്മെൻറ്റ് വേണം എന്നും പറഞ്ഞിട്ട്. അവിടെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 100 ടെൻഷൻ തലയിലൂടെ പോകുന്നു. സാരമില്ല, അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അനന്തപ്രഭു നമുക്കത് എല്ലാം ഒന്ന് റെഡിയാക്കാം. പക്ഷേ എനിക്ക് ഞാനും നിങ്ങളും വേറെ വേറെയാണെന്ന് എനിക്കൊരു തോന്നലില്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ എൻ്റെയും പ്രയാസങ്ങളാണ്, എൻ്റെ വിഷമങ്ങൾ നിങ്ങളുടെയും വിഷമങ്ങളാണ്. നമ്മൾ ഒരുമിച്ച് കിച്ചൂട്ടിന് വേണ്ടിയിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും ഓടുന്നത് നമ്മുടെ അവസാന കാലത്ത് നമുക്കൊരു അത്താണി ഗുരുവായൂർ നമുക്ക് ഒന്നും വേണ്ട, ഒരു നേരം ഭഗവാന്റെ പ്രസാദവും കഴിച്ചുകൊണ്ട് രാമനാമവും ജപിച്ച് കൃഷ്ണനാമവും ജപിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടിയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ പരസ്പരം താങ്ങും തണലും ആവാന്നല്ലാതെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. അത് തെറ്റാണ്. ഞാൻ നിങ്ങളെയും ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്നെയും ചെയ്യാൻ പാടില്ല. എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് മാതാജി ഇപ്പം പൈസയില്ല, സാധനങ്ങളുമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുമ്പോൾ ഞാൻ ഇല്ല മാതാജി എനിക്കിപ്പോൾ കിട്ടണം എന്നൊരു വാക്ക് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സാറില്ല മാതാജി പോട്ടെ, അവസ്ഥകളിലായി ഞാൻ നോക്കിക്കോളാം എന്നേ പറയാറുള്ളൂ. എൻ്റെ വീടിൻ്റെ റെൻറ്റ് എടുത്തിട്ട് പോലും ഞാൻ ആ പേയ്മെൻറ്റൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടാണ്. അപ്പോൾ തിരിച്ചും നമ്മൾ അതുപോലെ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ കേണൽ സന്തോഷ് പ്രഭു ആണെങ്കിൽ അദ്ദേഹം 100,000 ഓട്ടത്തിൻ്റെയും ടെൻഷൻ്റെ ഇടയിലും മഞ്ജരീസിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ചോദിക്കാൻ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സമയം മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ അവസ്ഥകൾ മനസ്സിലാക്കുക. ഇത് മാത്രമല്ല എൻ്റെ ജോലി, എനിക്ക് ഇനിയും ഒരു ജോലിയുണ്ട്. ആ ജോലി ചെയ്താലേ എൻ്റെ കുടുംബം മുന്നോട്ട് പോകും. അറ്റ്ലീസ്റ്റ് മാസം എൻ്റെ അച്ഛന് മരുന്ന് വാങ്ങാനുള്ള കാശെങ്കിലും എനിക്ക് ഉണ്ടാക്കണ്ടേ. അത്രയെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുക കേട്ടോ. ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, എൻ്റെ മൈൻഡ് ആരും പറഞ്ഞതുപോലെ അപ്സെറ്റായി ആ ഒരു ചോദ്യത്തോടെ. ഒരു മിനിറ്റ് കേട്ടോ. ബിന്ദുമ്മ എന്താ എടുക്കണേ? ചോറ് കഞ്ഞിയായോ? വെന്തു പോയോ? അപ്പം നമുക്ക് 26ാമത്തെ അധ്യായം നോക്കാം. രാവണൻ രംഭയെ ബലാത്കാരം ചെയ്യുന്നതും നള കുബേര ശാപവുമാണ് നമ്മുടെ 26ാമത്തെ അധ്യായം. ഓക്കെ,
സാരില്ല, നാളെ രാത്രി എടുക്കാൻ പറ്റില്ല, മറ്റന്നാൾ രാവിലെ എടുക്കാൻ പറ്റില്ല, പിന്നെയും 2 ദിവസം വിട്ടുപോകും. അതുകൊണ്ടാണ് ഇന്ന് എടുക്കുന്നത്. ഇന്ന് എക്സ്ട്രാ ക്ലാസ്സും കൂടി എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയെടുക്കാം. ശിവപന്നൻ പ്രഭു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇന്ന് രാവിലെയും കൂടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ ഹാപ്പിയാണല്ലോ? ധൈര്യമായിട്ടിരിക്കും കേട്ടോ. അയ്യോ, മാപ്പൊന്നും ചോദിക്കരുത്, ഞാൻ അവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്നലെ 25 അധ്യായം വരെ എടുത്തു അല്ലേ? ഇന്ന് 26-ാമത്തെ. അങ്ങനെ രാവണനും സൈന്യവും കൈലാസത്തിൻ്റെ അടുത്തുള്ള മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഉറങ്ങാൻ കിടക്കുകയാണ്. രാവണനുണ്ട്, രാവണൻ്റെ കുറേ കൂട്ടാളികളുമുണ്ട്. അവരിങ്ങനെ കൈലാസത്തിൻ്റെ അടുത്തുള്ള ഒരു നല്ല ഭംഗിയുള്ള, കൈലാസം എന്ന് പറയുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ് കൈലാസ ദർശനം. നമുക്കങ്ങനെ ഓടിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കൈലാസം, വൃന്ദാവനം എന്ന് പറയുന്നതൊന്നും. അങ്ങനെ പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓടിപ്പോകാം. പക്ഷേ ആ കൈലാസത്തെയും വൃന്ദാവനത്തെയും എല്ലാം നമ്മൾ അതിൻ്റെതായ പവിത്രതയിലൂടെ നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ, നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ഇരുന്ന അതേ ഒരു ഭാവത്തിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് വൃന്ദാവനം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ടാണ് നോക്കിക്കാണുക അല്ലേ? അപ്പോൾ അവിടെ ഇങ്ങനെ പാടങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കാണാം, കുറേ കാര്യങ്ങൾ എന്താ പറയുക, അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാം. ഒരു സാധാരണ ഒരു സ്ഥലത്തെത്തിയ ഒരു പോലത്തെ ഒരു ഫീലാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് എന്താ പറയുക, ക്ഷേത്രങ്ങൾ ഒരു നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ഇല്ല ശൈലമ്മ, ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ഇതുപോലെ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്താ അപ്പം ഇങ്ങനെ അങ്ങനെ അതൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല നമ്മൾ അവിടെ നോക്കി കാണേണ്ടത്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ ആ ഒരു മണ്ണ്, എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഭഗവാൻ അവിടെ ഓടിക്കളിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഓരോരോ ലീലകൾ, ഭഗവാന്റെ കളി ചിരി, ഭഗവാന്റെ ശബ്ദം, ഭഗവാന്റെ സ്വരം, മുരളീഗാനം, ഗോപികമാരുടെ പാദസരത്തിൻ്റെ കിലുക്കം, അതുപോലെ ഗോപികമാർ വിരഹത്തോടു കൂടി നോക്കിയിരുന്ന സ്ഥലം, നമ്മുടെ ഭഗവാന്റെ അമ്മ പാവം ഭഗവാന്റെ കുസൃതികൾ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ആകുലതയോടിരുന്ന സമയം, അതുപോലെ ആ ഒരു ഉൾക്കണ്ണിലൂടെ നമ്മൾ കാണും. അവിടുത്തെ കാറ്റ്, അവിടുത്തെ കുളിര്, അവിടുത്തെ തണുപ്പ്, ഭഗവാന്റേതായിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഭഗവാനെ നമ്മൾ എത്രത്തോളം ഹൃദയത്തിൽ വെക്കുന്നു, നമ്മുടെ മക്കളുടെ കളിചിരികൾ മറക്കാത്തതുപോലെ അതിനേക്കാൾ മുകളിൽ ഭഗവാന്റെ ആ ഒരു ആനന്ദകരമായിരിക്കുന്ന നിമിഷങ്ങളെ നമ്മളിങ്ങനെ ഈ വൃന്ദാവനത്തിലൂടെ നോക്കിക്കാണുകയാണെങ്കിൽ, വൃന്ദാവനത്തിൽ ചെന്നാൽ നമുക്ക് മറ്റൊന്നും തോന്നില്ല. നമ്മൾ അറിയാതെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം വൃന്ദാവനത്തിൽ നിന്ന് നമ്മൾ ജപിച്ചു പോകണം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവിടം വരെ എത്തി, ഇനി പുണ്യം കിട്ടണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ജപിക്കരുത്. അറിയാതെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് വൃന്ദാവന ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരിയായിരിക്കും. ആ വ്രജമണ്ഡലത്തിനെ നമ്മൾ അതുപോലെ നോക്കിക്കാണണം. ഇതേ അവസ്ഥ തന്നെയാണ് കൈലാസം. കൈലാസത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മലയും കുറച്ച് മഞ്ഞും എന്തോ ഏതോ എന്നുള്ള ഭാവത്തിൽ നമ്മൾ കൈലാസം കാണരുത്. അവിടെ സാക്ഷാൽ മഹാദേവൻ ഇരിക്കുന്നുണ്ട്, മഹാദേവൻ്റെ പാർശ്വതന്മാരുണ്ട്, ദേവിയുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ഈ ജന്മത്തിൻ്റെ സുഹൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പറഞ്ഞുതരാം ബിന്ദു മാതാജി, ഇത് ക്ഷേത്രമാണ്. ദിവ്യ മാതാജിക്ക് ഒന്ന് മെസ്സേജ് ഇടണേ. ലൈവ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യട്ടോ, പറയാൻ വിട്ടുപോയി. അപ്പം ആ ഒരു ചിന്തയിലോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാം? കൈലാസം നോക്കിക്കാണും. അത്രയും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് കൈലാസം എന്ന് പറയുന്നത്. എൻ്റെ വലിയ ആഗ്രഹമാണ് മഞ്ജരീസിലൂടെ കൈലാസത്തിലേക്ക് പോകണം. അതുപോലെ നമുക്കെന്താ പറയുക, മാനസ സരോവരം ഒന്ന് കാണണം. അങ്ങനെ നമുക്കെന്താ പറയുക, രമ്യ മാതാജി, നമുക്ക് അവിടേക്ക് ഒന്ന് പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മഞ്ജരീസിലൂടെ നമുക്ക് അങ്ങനെയൊക്കെ പോകണം. എനിക്ക് നിങ്ങളെയൊക്കെ കൊണ്ടുപോകണം. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് തിരുപ്പതി യാത്ര സഫലമാവുന്നു എന്നുള്ളത്. ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. തിരുപ്പതി യാത്രയ്ക്ക് 40 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമ്മളിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തിരുപ്പതി പോകുമ്പം നിങ്ങളിങ്ങനെ ലൈവ് ഇടുമ്പോൾ നിങ്ങൾ ചോദിക്കും, മാതാജി ഞങ്ങളെയും കൊണ്ടുപോകും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഭഗവാനെ, ഞാൻ എത്തുന്നിടത്തേക്കൊക്കെ എൻ്റെ കുടുംബത്തെയും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അതിലെന്താ ഭഗവാനെ കാര്യം എന്ന് ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ഭഗവാനോട് അത്രയും ഞാൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇനി എൻ്റെ വരവ് എൻ്റെ മഞ്ജരീസുമായിട്ട് വരാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വന്ന് ഇനിയുള്ള 2 വരവ് കഴിഞ്ഞാൽ മഞ്ജരീസുമായിട്ടാണ് ഞാൻ പോകുന്നത്. നമുക്കവിടെ തിരുപ്പതി ഭഗവാന്റെ ആ സ്ഥലത്ത്
നമുക്ക് അന്നദാനം കൊടുക്കണം. നമുക്ക് അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് അവിടെ തിരുപ്പതി എന്താ പറയുക, തിരുപ്പതിയിലുള്ള കുറേ പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കണം. നമുക്കെല്ലാവർക്കും എന്താ പറയുക, തിരുപ്പതിയിൽ പോയി അതുപോലെ തന്നെ നമുക്ക് കാളഹസ്തിയിൽ പോകണം. നമ്മുടെ എത്രയോ ജന്മങ്ങളുടെ നാഗദോഷ ദുരിതങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ പരമ്പരകളായി ചെയ്തു വന്നിരിക്കുന്ന നാഗദോഷ ദുരിതങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് 41 പേരാക്കുന്നു ത്രിവേണിയമ്മ. ദിവ്യ അത് 41 പേരാക്കിക്കോളൂ കേട്ടോ. എന്തായാലും ഞാൻ കാറിന് വന്നോളാം, കുഴപ്പമില്ല, ഇവിടുന്ന് കാർ എടുത്ത് വന്നോളാം. ത്രിവേണി അമ്മയുടെ ആരാ വരുന്നതെന്ന് വെച്ചാൽ അവരെ കൂട്ടിയിട്ട് അത് 41 പേരാക്കിയിട്ട് എനിക്ക് വാട്സപ്പിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്താ പറയുക, തിരുപ്പതി ഇസ്കോണിൽ നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എവിടെ ചെല്ലുന്നു, അവിടെ നിയറസ്റ്റ് ഇസ്കോണിൽ നമ്മൾ ചെന്ന് എന്താ പറയുക, ആ ഇസ്കോൺ ടെമ്പിളിൽ നമ്മളിരുന്ന് നമുക്കൊരു ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം നമ്മളെല്ലാവരും ചെന്നിട്ട് ആ ഒരു 41 പേരോടുകൂടി ചെന്ന് ആ ഒരു കീർത്തനം ആലപിക്കാനുള്ള ഒരവസരം ഗുരുവായൂരപ്പൻ എനിക്കുള്ള ടിക്കറ്റ് വന്നു ടുമോറോ 8:55. അപ്പം അത് നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ പത്മാവതി ടെമ്പിൾ ഒക്കെ ദർശനം നടത്തണം. സ്നേഹത്തോടെ സമാധാനത്തോടെ ഒരേ മനസ്സോടെ ആടിയും പാടിയും നമുക്ക് ഭഗവാനെ ഭജിക്കണം. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വൃന്ദാവന യാത്ര ഓപ്പൺ ചെയ്യാണ്. വൃന്ദാവന യാത്ര കഴിഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് 1-2 സ്ഥലങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങൾക്കുള്ള താമസം, ഭക്ഷണം, നമ്മുടെ യാത്ര, മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം പക്കയായിരിക്കണം അല്ലേ. നിങ്ങളുടെ ഉത്തരവാദിത്തം മഞ്ജരീസിൻ്റെ അഡ്മിൻസിൻ്റെ കയ്യിലാണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ അങ്ങനെ പോകണം, അതുപോലെ പോകണം എന്നാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും തിരുപ്പതി യാത്ര പോകണം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പം ഈ മെയ് മാസം മുതലാണ് ഗുരുവായൂർ മഞ്ജരീസിലൂടെ തിരുപ്പതി യാത്ര ഓപ്പൺ ചെയ്യുന്നത്. തിരുപ്പതിക്ക് വേണ്ടി നമ്മൾ യാതൊരു പണവും നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നില്ല. ദർശൻ്റെ ടോക്കൺ എമൗണ്ടും ട്രെയിൻ ടിക്കറ്റും മാത്രമേ വാങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം അപ്പന സ്വയം തന്നെ ഭക്ഷണം കഴിക്കുക, സ്വയം തന്നെ കാശ് കൊടുക്കുക, സ്വയം താമസിക്കുക, സ്വയം പേയ്മെൻറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ തനിയെ പോയി താമസിക്കണം എന്നല്ല. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഹോട്ടൽ എടുക്കും, മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദർ പോലെ. ആ റൂമിൽ നമ്മൾ 3 പേര് ഷെയർ ചെയ്യും. അവനവൻ്റെ കോൺട്രിബ്യൂഷൻ റിസപ്ഷനിൽ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അയോധ്യയിലും പോകണം. അയോധ്യ ഇപ്പോൾ വേണ്ട, ഭയങ്കര ക്രൗഡായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. കുറച്ച് സേഫ്റ്റി എല്ലാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ അയോധ്യ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയോധ്യയിൽ പോകാം. അതിന് മുമ്പേ നമ്മൾ ഹരിദ്വാറിലും ഇവിടേക്ക് ഒന്ന് പോകണം. അങ്ങനെ കുറേ യാത്രകൾ. ഓക്കെ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം പോകാൻ. വെറുതെ യാത്ര പോയി ഒരു 10 ദിവസം അവിടെയും ഇവിടെയും കറങ്ങിയത് അങ്ങനെയല്ല. മനസ്സോടെ സമാധാനത്തോടെ ദുഃഖഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് നമ്മൾ അങ്ങനെ പോകണം. അതുപോലെ രാമേശ്വരം ഒന്ന് പോകണം. പിന്നെ ബലിതർപ്പണം ചെയ്യാനുള്ളവർക്കുള്ള സൗകര്യം അത് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ രാവണനും സൈന്യവും കൈലാസത്തിൻ്റെ അടുത്തുള്ള മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. സൈന്യങ്ങളൊക്കെ വൈകാതെ നല്ല ഉറക്കത്തിലേക്ക് വീണു. ആ സ്ഥലത്തിൻ്റെ പ്രകൃതിയുടെ ഭംഗി രാവണൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിപ്പിച്ചു. കിന്നരന്മാർ മധുരസ്വരത്തിൽ പാടുന്നതും വിദ്വാധരന്മാർ മതാന്തകളായിരിക്കുന്ന അങ്കനങ്ങളോടുകൂടി ക്രീഡിക്കുന്നതും കുബേരഭവനത്തിൽ അപ്സരസുകൾ നൃത്തം ചെയ്യുന്നതും എല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചന്ദ്രികാചർച്ചിതമായ ആ രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്നു. എന്താ ബിന്ദുമേ, കളഞ്ഞോ? ശരി, സമയം കളയണ്ട, അങ്ങോട്ട് പോകാം. ആ പേപ്പർ എടുക്കാം, 1 മിനിറ്റ്. ആ പേപ്പർ എടുത്തിട്ട് ഞാൻ എഴുതിക്കാം. ബിന്ദുവിൻ്റെ ഇത് വാങ്ങാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്, എന്നെ കളഞ്ഞു. ഇതാ ഇങ്ങോട്ട് വാ ബിന്ദുമ്മ. കിട്ടിയോ? മുരിങ്ങക്ക 2 എണ്ണം ഉണ്ടല്ലോ അല്ലേ? വെണ്ടയ്ക്ക, മുരിങ്ങക്ക, കറിവേപ്പില. വേഗം വരണം കേട്ടോ. അന്നത്തെ പോലെ പൈസ കളയരുത്. വേറെ വഴിയിലേക്കൊന്നും പോകരുത്. എനിക്ക് ഇറങ്ങി ഓടാനുള്ള സമയമില്ല. അമ്മ പനിച്ചു കിടക്കുകയാണ് കേട്ടോ. ഇതിലൂടെ പോയിട്ട് നേരെ വാങ്ങി നേരെ ഇങ്ങോട്ട് തന്നെ വരണം. വേറെ എങ്ങും പോകരുത് ബിന്ദുമ്മേ. ഞാൻ വീണ്ടും ആവർത്തി കൂറി പറയാണ്. എവിടെ പോയിട്ട് എങ്ങനെ വരും? ശബരിയിൽ പോയിക്കോളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് വരണം കേട്ടോ. ഇനി ഇത് പോയി വരുന്നത് വരെ ടെൻഷൻ വേറെ. അപ്പം രാവണൻ ഇങ്ങനെ എന്താ പറയുക, ഒരു
അവിടുത്തെ ആ ഒരു പ്രകൃതിയും ഭംഗിയും എന്താ പറയുക, നമ്മുടെ അപ്സരസുകളുടെ നൃത്തവും അവിടുത്തെ ഗാനങ്ങളും എല്ലാം കേട്ട് രാവണൻ ഇങ്ങനെ ഒരു ഭയങ്കരമായൊരു മനസ്സോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി എന്തൊക്കെയോ ചിന്തകളോടുകൂടി രാത്രിയിൽ ഇങ്ങനെ രാവണൻ ഉറങ്ങാതെ കിടക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നല്ല ഡീപ്പ് സ്ലീപ്പായിട്ടോ. ആ സമയത്ത് ദിവ്യമായിരിക്കുന്ന ആഭരണങ്ങളാൽ സർവാംഗഭൂഷിതയായിരിക്കുന്ന ഒരു ത്രൈലോക്യ സുന്ദരി, നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ കൊണ്ട്, നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ത്രൈലോക്യ സുന്ദരി, 3 ലോകങ്ങളിലും വെച്ചിട്ട് അത്രയും സൗന്ദര്യമുള്ള ഒരു സുന്ദരിയായ സ്ത്രീ ഇങ്ങനെ സൈന്യങ്ങളുടെ നടുക്ക് കൂടെ ഇങ്ങനെ നടന്നു വരുന്നത് രാവണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ രാവണൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അവൾ ആരാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു ആ സ്ത്രീയോട്. അയ്യോ, ടെൻഷനാണ് ബാബു പ്രഭു. ഒരു ദിവസം പോയിട്ട് വന്നില്ല, 3 മണിക്കൂർ ഞാനും അമ്മും ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം കിട്ടി. ആ കഥയൊന്നും പറയാത്ത ഭേദം. അപ്പം അങ്ങനെ നമുക്ക് എന്തായി, അങ്ങനെ ആ ഒരു സ്ത്രീയെ കണ്ടപ്പം ആ സ്ത്രീ ആരാണെന്നറിയാൻ രാവണൻ ഒരു കൊതി വന്നു. അങ്ങനെ രാവണൻ പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ്, എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. ആരുടെ ഭാര്യയാണ് നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് രാവണൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് രാവണൻ ചോദിക്കുകയാണ്, അടുത്ത ചോദ്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. എത്ര മോശമാണല്ലേ ഒരു സ്ത്രീയോട് അങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ ആരുടെ ഭാര്യയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഞാൻ രംഭ എന്ന അപ്സരസാണ്, കുബേരൻ്റെ മകനായിരിക്കുന്ന നളകുബേരൻ്റെ ഭാര്യയാണ്. രംഭ ആരാണ്? നളകുബേരൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് രാവണൻ്റെയും മകൻ്റെ ഭാര്യ എന്ന സ്ഥാനത്താണ് ഞാൻ. നിങ്ങളുടെ മകൻ്റെ ഭാര്യ എന്ന ഒരു എന്താ പറയുക, മകൻ്റെ ഭാര്യയുടെ സ്ഥാനത്തും കൂടിയാണ് ഞാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ ആ കണ്ണിലൂടെ കാണരുത്, തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ മകൻ്റെ ഭാര്യ ആവാനുള്ള സ്ഥാനമാണ് എനിക്കുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ രീതിയിൽ കാണരുതെന്ന് പറഞ്ഞു. അപ്സരസുകൾക്ക് സ്ഥിരമായിട്ടൊരു ഭർത്താവില്ല എന്ന സ്ഥിതി ഇല്ലെന്ന് പറഞ്ഞ് രാവണൻ അവളെ കയറി പിടിക്കാൻ നോക്കി. മനസ്സിലായില്ലേ? നേരെ കയറി പിടിക്കാൻ നോക്കി. ഒന്നാലോചിച്ച് നോക്കണം. രാവണൻ പറയാണ്, നീ അപ്സരസാണെന്നല്ലേ പറഞ്ഞത്, അപ്സരസിന് അങ്ങനെ സ്ഥിരമായിട്ടൊരു ഭർത്താവൊന്നുമില്ല എന്നും പറഞ്ഞ് രാവണൻ ഇവളെ അങ്ങ് കയറി പിടിക്കാൻ നോക്കി, രംഭയെ. ഉടനെ രംഭ രാവണൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കുതറി മാറി ഓടി. ഭയങ്കര നാണക്കേടും ഭയവും ടെൻഷനും എല്ലാം കൂടി രംഭയുടെ ഹൃദയത്തിലേക്ക് വല്ലാത്ത വേദനയുണ്ടാക്കി. എന്നിട്ട് നേരെ എന്തായി, രംഭ ഓടി നളകുബേരൻ്റെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് രാവണൻ എന്നെ കയറി പിടിക്കാൻ നോക്കി, രാവണൻ ഇതുപോലെ സംസാരിച്ചു, അപ്പം ഇത് വല്ലാത്തൊരു മോശമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവണനെ കുറിച്ച് ഒരുപാട് അങ്ങോട്ടേക്ക് ആര് പറഞ്ഞു, നമ്മുടെ രംഭ പറയാൻ തുടങ്ങി. രംഭ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം വൈശ്രവണ പുത്രൻ, അതായത് നമ്മുടെ നളകുബേരൻ എന്ത് ചെയ്തു, കുറച്ചു നേരം ഇങ്ങനെ ധ്യാനിച്ചിരുന്നിട്ട് ഭയങ്കരം ദേഷ്യത്തോടു കൂടി വെള്ളം കയ്യിലെടുത്തിട്ട് അത് ആചമനം ചെയ്യും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കില്ലേ, ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് ആചമനം. എനിക്ക് കുറച്ചും കൂടെ കഴിയുമ്പം ഇവിടെ പൂജാവിധികളുടെ ഒരു ബുക്കുണ്ട്, കുറച്ച് പഴയതാണ്. നമ്മുടെ ഈ തിരക്കൂതൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ ഒന്ന് റെഗുലറായി കഴിയുമ്പം ഞാൻ അങ്ങനെയുള്ള ആചമനം എന്താണ്, അതെന്താണ്, ഇതാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. സ്വസ്തി പത്മം, അത് ഇത് നമ്മൾ എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് സമയം എടുക്കും നമുക്ക് അതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളം കയ്യിലെടുത്തിട്ട് ആചമനം ചെയ്തിട്ടിട്ട് രാവണനെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ആ വെള്ളം ഒരു ശാപവാക്ക് പോലെ വിട്ടു. അവനിൽ കാമം ജനിക്കാത്ത ഇവളെ എന്ന പോലെ അവനിൽ അഭിനിവേശമില്ലാത്ത ഒരു പരസ്ത്രീയെ അവൻ ബലാത്കാരം ചെയ്യുവാൻ ശ്രമിച്ചാൽ അവൻ്റെ മൂർധാവ് 7 ശകലീഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് രംഭയ്ക്ക് രാവണനിൽ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. അതേപോലെ രാവണനിൽ ഇഷ്ടം തോന്നാത്ത ഒരു പെണ്ണിനെ രാവണൻ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീയെ അങ്ങനെ ബലാത്കാരം ചെയ്യാൻ അവൻ ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് രാവണന്റെ മൂർധാവ്, അതായത് ശിരസിൻ്റെ ഈ ഭാഗം 7 ശകലീഭവിക്കട്ടെ, കഷ്ണങ്ങളായി മാറിപ്പോട്ടെ എന്ന് വൈശ്രവണൻ എന്ത് ചെയ്തു, ശപിച്ചു രാവണന്.
അഗ്നിജ്വാല പോലെയുള്ള ആ ശാപവാക്ക് കേട്ടപ്പോൾ വാനിൽ നിന്ന് ദേവദുന്ദുബി മുഴങ്ങി. ആകാശത്ത് നിന്ന് ദേവഗണങ്ങളുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. പുഷ്പം അങ്ങനെ വർഷിക്കപ്പെട്ടു. കാരണം ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. സീതാദേവിയെ ആ രീതിയിൽ രാവണൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ സീതാദേവിക്ക് രാവണനെ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവസാനം യുദ്ധത്തിൽ രാവണന്റെ തലയൊക്കെ പൊട്ടിത്തെറിച്ച് ഒന്നും അല്ലാതായിത്തീരും. ബ്രഹ്മാവടക്കമുള്ള എല്ലാ ദേവഗണങ്ങളും ഈ ഒരു ശാപവാക്ക് കേട്ടപ്പോഴേക്ക് അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. കാരണം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. കുറേ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് എന്താ ഉണ്ടായിരിക്കുന്നത്? രാവണൻ തികഞ്ഞ ഒരു അഹങ്കാരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കൃഷ്ണന്റെ ആൻറ്റിയോ? അങ്ങനെ ആ ശാപം അങ്ങോട്ടേക്ക് ഫലിക്കാൻ പോവാണ്. അപ്രകാരമുള്ള ശാപം കേട്ടപ്പോഴേക്കും രാവണൻ പിന്നീട് തനിക്ക് വശംവദരാകാത്ത ഒരു സ്ത്രീയെയും പോയി തൊടാതെയായി. രാവണന് പേടിയായി. രാവണൻ വിചാരിക്കാണ് പിന്നെ ഇനിയിപ്പം ഞാൻ പോയി എനിക്ക് അടങ്ങാത്ത എൻ്റെ കൂടെ നിൽക്കാത്ത സ്ത്രീകളെ പോയി ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ തലപൊട്ടി തെറിക്കല്ലോ എന്ന് ഓർത്തിട്ട് രാവണന് വശംവദനാകാത്ത ഒരു സ്ത്രീയെയും രാവണൻ സ്പർശിക്കാതെയായി. അതുകൊണ്ട് തന്നെ അവനാൽ കൊണ്ടുവരപ്പെട്ട പതിവ്രതകളായ സ്ത്രീകളെല്ലാം നളകുബേരനാൽ ചെയ്യപ്പെട്ട ശാപത്തെ പറ്റി കേട്ട് അത്യധികം സന്തുഷ്ടയായി. ഹരേ കൃഷ്ണമ്മ. അപ്പം എല്ലാ സ്ത്രീകൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു രാവണൻ പിടിക്കാൻ വരുന്ന സമയത്ത് എല്ലാ സ്ത്രീകൾക്കും പേടിയായിരുന്നു, ഭയമായിരുന്നു. കാരണം ഇവൻ കൊല്ലുവോ, തിന്നുവോ, രക്തം കുടിക്കുവോ, ഇനി വല്ല മോശം പ്രവൃത്തി ചെയ്യുമോ, ഒന്നും പറയാൻ പറ്റില്ല. സ്ത്രീകളോട് അയാൾക്ക് എന്താണോ തോന്നുന്നത് അത് അയാൾ ചെയ്യും. അന്നേരം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാ സ്ത്രീകൾക്കും സന്തോഷമായി. കാരണം ഇനി രാവണൻ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് അയാൾക്ക് വശംവദരായി നിൽക്കാഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നിൽക്കാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുക, രാവണൻ നമ്മളിട്ടിട്ട് പോയി കളയും. അല്ലെങ്കിൽ അയാളുടെ തലപൊട്ടി തെറിക്കുന്ന അയാൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവാൻ തുടങ്ങി. ദശാനനൻ സൈന്യസമേതനായിട്ട് കൈലാസം വിട്ട് ഇന്ദ്രലോകത്തേക്ക് പോയി. അങ്ങനെ നമ്മുടെ രാവണൻ നമ്മുടെ സൈന്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് കൈലാസത്തു നിന്നും ഇന്ദ്രലോകത്തേക്ക് പോയി. രാക്ഷസന്മാരുടെ സൈന്യത്തിന്റെ കോലാഹലം. ഈ രാക്ഷസന്മാരിങ്ങനെ വരുമ്പോൾ വെറുതെ ഒന്നും നിശബ്ദമായിട്ട് വരൂല. കാക്കൂ കീന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രാക്ഷസന്മാർ വരുന്നത്. അവര് വരുമ്പോൾ തന്നെ കിലോമീറ്ററുകൾ ദൂരത്ത് നിന്നേ അറിയാൻ പറ്റും രാക്ഷസന്മാരുടെ ഒരു പട്ടാളങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്, രാക്ഷസ കൂട്ടം തന്നെ വരുന്നുണ്ട് എന്നുള്ളത്. ആർത്ത് ചിരിച്ച് അഹങ്കരിച്ചിട്ടൊക്കെയാണ് ഇവർ വരാറ്. അങ്ങനെ രാക്ഷസന്മാരുടെ ആ ഒരു സൈന്യത്തിന്റെ കോലാഹലം അവിടെ എല്ലായിടത്തും ഭയങ്കര ശബ്ദം വരുത്താൻ തുടങ്ങി. രാവണൻ തൻ്റെ ലോകത്തെത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഇന്ദ്രൻ സിംഹാസനത്തിൽ നിന്ന് അങ്ങോട്ട് പേടിച്ചുപോയി. രാവണൻ വരുന്നു ഇന്ദ്രലോകത്തേക്കെന്ന് കേട്ടതും ഇന്ദ്രന് ഭയങ്കര ടെൻഷനായി. ഇന്ദ്രൻ സിംഹാസനത്തിൽ നിന്ന് ഇളകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയില്ലേ, ടെൻഷൻ കൊണ്ട് സീറ്റിന്റെ മുകളിൽ നിന്ന് ചാടി എന്ന് പറയുന്നത് പോലെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. അതെ, ബാംബു ബോയ്സ് വരുന്ന പോലെയാണ് രാക്ഷസന്മാർ വരിക. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ കൊടുത്ത നിർദ്ദേശം, ഇന്ദ്രന് ഇത് മനസ്സിലായിട്ട് ഇന്ദ്രൻ ഒരു നിർദ്ദേശം കൊടുത്തു. ദേവന്മാരും ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും സാധ്യന്മാരും എല്ലാവരും യുദ്ധത്തിനായിട്ട് റെഡി ആയിക്കോ, രാവണൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോ, രാവണൻ ഇതേ വരുന്നുണ്ട്, ഇനി നമ്മൾ അമാന്തിക്കരുത്, സമയം കളയരുത് എന്ന് പറഞ്ഞു. ഇന്ദ്രനാവട്ടെ ഭയങ്കരമായിട്ട് പരിഭ്രാന്തനായിട്ട് വിഷമിച്ചിട്ട് വൈകുണ്ഠത്തിൽ ഓടിച്ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ടിട്ട് വേഗം വിഷമം പറഞ്ഞു. ഹേ ദേവദേവ, ബ്രഹ്മാവിന്റെ വരദാനത്താൽ ബലവാനായി തീർന്ന രാവണൻ എന്നോട് യുദ്ധം ചെയ്യുവാനായി ഇന്ദ്രലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ സഹായത്തിലായിരുന്നുവല്ലോ ഞാൻ നമുജി, വൃതൻ, ബലി എന്നിങ്ങനെയുള്ള അസുരന്മാരെയെല്ലാം വധിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവണനെ വധിക്കുവാൻ കഴിവുള്ളവനായി അങ്ങ് മാത്രമേയുള്ളൂ. അതിനാൽ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കാൻ ഈ വൈകുണ്ഠ ലോകത്തേക്ക് വന്നിരിക്കുകയാണ്. ആര് പറഞ്ഞു? ഇന്ദ്രൻ പറഞ്ഞു. ആരോട്? നമ്മുടെ മഹാവിഷ്ണുവിനോട്, നമ്മുടെ റോക്ക് സ്റ്റാറിനോട്. ഇന്ദ്രന്റെ വിഷമം കേട്ടപ്പോഴേക്ക് മഹാവിഷ്ണു പറഞ്ഞു, വരലബ്ധിയാൽ ബലവാനായി തീർന്ന രാവണനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ നാം മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അവനോട് യുദ്ധത്തിന് ഒരുങ്ങുന്നില്ല ഇന്ദ്ര. കാലം വരുമ്പോൾ ഞാൻ അവനെ വധിച്ചുകൊള്ളാം. ഇപ്പോൾ ഭവാൻ മറ്റുള്ള ദേവന്മാരോടുകൂടി അവനോട് യുദ്ധം ചെയ്യുക. നാല് പാടും ടെൻഷനാണല്ലോ. ഒരു മിനിറ്റ് മാം, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ സാന്ത്വന വാക്ക് കേട്ടിട്ട് ഇന്ദ്രൻ തിരിച്ചുപോയി. അതൊരു വർക്ക് എടുത്തിട്ട് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. അവരോട് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ആ അഡ്വാൻസ് പേയ്മെൻറ്റ് ഏത് വഴിക്ക് പോയെന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ. ഒരു ഓഡിയോ ബുക്സ് തീർത്തു കൊടുക്കാനുണ്ട്, 800 പേജുള്ള ഓഡിയോ ബുക്സ്. അതിനുള്ള ശബ്ദം എനിക്കില്ല. അപ്പോൾ അവരതിനു വേണ്ടി വിളിച്ചിരിക്കുക.
നാളെ മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നൊന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ തീർത്തു കൊടുക്കുക അവർക്ക്? ഏതെങ്കിലും ഒരു ദിവസം രാത്രി പോയിരുന്ന് തീർത്ത് കൊടുക്കേണ്ടി വരും. ഓഡിയോ ബുക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അതറിയോ നിങ്ങൾക്ക്? ഈ നമ്മളിപ്പോൾ ബുക്സുകൾ വാങ്ങിയിട്ട് വായിക്കുമല്ലോ നമ്മളിങ്ങനെ, എന്താ പറയുക, പ്ലീസ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞാൽ സന്തോഷ് പ്രഭു ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്, ഇത് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബവും പട്ടിണിയാവും ഞാനും പട്ടിണിയാവും, മനസ്സിലായില്ലേ? ജോലി അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക്. അവർക്കറിയില്ലല്ലോ ഞാൻ ലൈവ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ ആരും ക്യാരി ചെയ്യില്ല അല്ലേ? അതിന് പകരം പെൻ ഡ്രൈവ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് എടുക്കാറ്. ഇതേപോലെ ഒരു സൈറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ കഥകളും ആ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ബുക്കാണെങ്കിൽ, നമ്മുടെ ഇതുപോലൊരു ബുക്കാണെങ്കിൽ ഇതിപ്പോൾ ശ്രീല പ്രഭുപാജിയുടെ ബുക്കാന്ന് കരുതുക. ഇതിൽ പ്രഭുപാജിയുടെ കഥകളായിരിക്കില്ലേ, ആ കഥകൾ നമ്മൾ അതേ മോഡുലേഷനിൽ അതേ അധ്യായത്തിൽ നമ്മളിങ്ങനെ ഓരോരോ സീരിയലിൻ്റെ എപ്പിസോഡ് പോലെ നമ്മൾ 3ഉം 4ഉം മോഡുലേഷനിൽ ശബ്ദം കൊടുത്ത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ആ റെക്കോർഡ് അവർ വ്യത്യസ്തമായ സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യും, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ആ സൈറ്റിൽ നിന്ന് നമ്മൾ ആമസോണിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് പോലെ ആ സൈറ്റിൽ കയറിയിട്ട് ആ ഓഡിയോ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ കേൾക്കും, ആ കഥകളിങ്ങനെ ഓരോരോ എപ്പിസോഡ് വൈസ് കേൾക്കും, സീരിയൽ കാണുന്നത് പോലെ. മറ്റേത് കാണാൻ പറ്റും, ഇത് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ അമേരിക്കയിൽ അവിടെയും ഇവിടെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരിങ്ങനെ കാറിൽ തന്നെ ഓണാക്കിയിടും. അപ്പോൾ നമ്മുടെ വോയിസിൽ അവർ ആ കഥ ഇങ്ങനെ കേട്ടുപോകും. ഇതാണ് ഓഡിയോ ബുക്സ്. അങ്ങനെ ഒരു ഓഡിയോ ബുക്സ് കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്തു കൊടുത്തിട്ടാണ്. അതാണിപ്പം ആ മാഡത്തിൻ്റെ വിളി വന്നത്, ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ സാന്ത്വന വാക്ക് കേട്ടിട്ട് ഇന്ദ്രൻ എന്തായി? തിരിച്ചുപോയി. രുദ്രന്മാർ, വസുക്കൾ, ആദിത്യന്മാർ, ദേവന്മാർ തുടങ്ങിയവരെല്ലാവരും രാവണനോട് യുദ്ധം തുടങ്ങി. മനസ്സിലായില്ലേ? രാവണൻ്റെ മാതാമഹനായിരിക്കുന്ന സുമാലി, മാരീചൻ, പ്രഹസ്തൻ, ധൂമ്രാക്ഷൻ, അകമ്പനൻ, നികുംബൻ, ശുഗസാരണന്മാർ, ജംബുമാലി അങ്ങനെ തുടങ്ങി ഒരുപാട് രാക്ഷസ വീരന്മാരോട് കൂടി ഇന്ദ്രസൈന്യത്തോടു കൂടി എതിർക്കാൻ തുടങ്ങി. ഇവരെല്ലാവരും ഇന്ദ്രനോട് എതിർക്കാൻ തുടങ്ങി. രാക്ഷസ സൈന്യം കൊണ്ട് ദേവസൈന്യം വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു. പണ്ട് മുതലേ അങ്ങനെയാണ്. രാക്ഷസന്മാരെ ദേവന്മാരെ വല്ലാതെ പീഡിപ്പിച്ചു കളയും അല്ലെ? ആ സമയത്ത് 8ാമത്തെ വസുവായിരിക്കുന്ന സവിത്രൻ ഒരുപാട് ആയുധങ്ങളുമായി വന്നിട്ട് സൈന്യത്തോടു കൂടി യുദ്ധഭൂമിയിലേക്ക് അങ്ങ് കയറി. ഒരു രക്ഷയില്ല അങ്ങോട്ടേക്ക്. അതെ, കുക്കു FM കറക്റ്റാണ്, അറിയാല്ലേ? അവിടെയൊക്കെ കേൾക്കുന്നത് നമ്മളെപ്പോലെയുള്ള പാവങ്ങളുടെ ശബ്ദമാണ്. അങ്ങനെ 8ാമത്തെ വസുവായിരിക്കുന്ന സവിത്രൻ ഒരുപാട് ആയുധങ്ങളുമായി വന്നിട്ട് സ്വന്തം സൈന്യത്തോടു കൂടി യുദ്ധഭൂമിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ മഹാവീരന്മാരായിരിക്കുന്ന തൊഷ്ടാവ്, പൂഷാവ് എന്നീ 2 ആദിത്യന്മാരും സൈന്യങ്ങളോടുകൂടി വന്ന് രണഭൂമിയിലേക്ക് ഇറങ്ങി. രാക്ഷസ വീരന്മാര് ദേവന്മാരെ അങ്ങ് വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാക്ഷസന്മാര് ദേവന്മാരെ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു. ഒത്തിരി പേര്, ഒരുപാട് രാക്ഷസന്മാര് ദേവന്മാരെ ശരിക്കും അങ്ങോട്ട് പീഡിപ്പിച്ചു. അപ്പോൾ സുമാലി മുന്നോട്ട് വന്നിട്ട് ദേവന്മാരുടെ നേരെ അസ്ത്രശസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചിട്ട് ഓടിക്കാൻ തുടങ്ങി. ദേവന്മാരെ കുറേ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് അങ്ങ് ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയത്ത് സവിത്രൻ എന്ന് പറയുന്ന വസു സൈന്യത്തോടു കൂടി വന്നിട്ട് സുമാലിയോടങ്ങ് എതിരിട്ടു. സുമാലിയുടെ രഥം പൊടിപൊടിയാക്കി. നേരെ എന്ത് ചെയ്തു? സവിത്രൻ എന്ന് പറയുന്ന വസു വന്നിട്ട് സൈന്യത്തോടു കൂടി വന്ന് സുമാലിയോട് യുദ്ധം ചെയ്തിട്ട് സുമാലിയുടെ രഥം അങ്ങ് തകർത്ത് കളഞ്ഞു. അതിനുശേഷം അദ്ദേഹം സുമാലിയെ വധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കാലദണ്ഡിന് തുല്യമായിരിക്കുന്ന ഒരു ഗദ കയ്യിലെടുത്തിട്ട് അവൻ്റെ മൂർധാവിൽ തന്നെ ഒരടി അങ്ങോട്ട് അടിച്ചു. അവൻ്റെ ശിരസോ ദേഹമോ ഒന്നും തന്നെ കാണാനില്ല. ആ തരത്തിൽ തല അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. എല്ലാം ഭസ്മമായി പോയി എന്നുള്ളതാണ്. സുമാലി മരിച്ചപ്പോൾ രാക്ഷസന്മാരെല്ലാം കൂടെ ടെൻഷനാവാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി. അവർ 4 പാടും ഓടാൻ തുടങ്ങി. രാക്ഷസന്മാർ നിന്നില്ല, ഓട്ടോടി. സുമാലി മരിച്ചെന്നുള്ളത് സ്വന്തം സൈന്യങ്ങൾ, സുമാലി മരിച്ചപ്പോഴേക്കും സ്വന്തം സൈന്യങ്ങൾ പേടിച്ചോടുന്നത് കണ്ടപ്പോഴേക്കും രാവണന്റെ മകനായിരിക്കുന്ന മേഘനാഥൻ ആരാണ്? രാവണന്റെ മകൻ. രാവണന്റെ മകനായിരിക്കുന്ന മേഘനാഥൻ രാക്ഷസന്മാരെ എല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ചിട്ട് അഗ്നിവർണ്ണത്തോടു കൂടിയ
കാമകമായിരിക്കുന്ന രഥത്തിൽ കയറിയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പോര് തുടങ്ങി. ദേവസേന ഓടാൻ തുടങ്ങി. ദേവന്മാരാരും നിന്നില്ല, അവരങ്ങ് ഓട്ടോടി. ആ സമയത്ത് ഇന്ദ്രൻ സ്വന്തം സൈന്യത്തോട് ഓടാൻ പാടില്ല, എൻ്റെ മകനായിരിക്കുന്ന ജയന്തൻ യുദ്ധത്തിനിറങ്ങാൻ പോവാണെന്ന് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദേവന്മാരോട് പറയുന്നത്, നിങ്ങൾ ഓടല്ലേ, എൻ്റെ മകനായിരിക്കുന്ന ജയന്തൻ ഇപ്പം യുദ്ധത്തിനിറങ്ങുകയാണ്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെ ശചിയുടെ മകനായിരിക്കുന്ന ജയന്തന്റെ നേതൃത്വത്തിൽ വീണ്ടും ദേവന്മാരെല്ലാം കൂടെ ഒരുമിച്ചു. മേഘനാഥനുമായിട്ട്, അതായത് രാവണന്റെ മകനുമായിട്ട് യുദ്ധം തുടങ്ങി. മേഘനാഥൻ ജയന്തന്റെ സാരഥിയായ മാതലിയുടെ മകനായിരിക്കുന്ന ഗോമുഖനെ ബാണങ്ങൾ അയച്ച് ഉപദ്രവിച്ചു. ജയന്തൻ മേഘനാഥന്റെ സാരഥിയെയും ബാണങ്ങൾ കൊണ്ട് ഇത് വീഴ്ത്തി. ജയന്തൻ എന്ന് പറയുന്നത് ഇന്ദ്രന്റെ മകനാണ്, മേഘനാഥൻ എന്ന് പറയുന്നത് രാവണന്റെ മകനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മക്കളും തമ്മിൽ ഭയങ്കര യുദ്ധമായി. അതീവ പരാക്രമശാലിയായിരിക്കുന്ന രാവണി, ശസ്തകനി, മുസലം, പ്രാസം, ഗദ, ഖഡ്ഗം ഇങ്ങനെയുള്ള ഭയങ്കരമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. മേഘനാഥന്റെ ആയുധങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദേവന്മാരെല്ലാം ഒന്നൊന്നായിട്ട് പിൻവാങ്ങാൻ തുടങ്ങി. അത്രയും ദേവന്മാരെ ഇങ്ങനെ രാക്ഷസന്മാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജയന്തന്റെ മാതാമഹനായിരിക്കുന്ന പുലോമാവ് ജയന്തനെയും കൊണ്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചു. അല്ലാതെ നിവർത്തിയില്ല. ജയന്തനെ ഈ അസുരന്മാർ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. ബിന്ദുമ വന്നില്ല, ഒരു ടെൻഷൻ. നേരെ സമുദ്രത്തിലേക്ക് പോയി ഒളിച്ചു. ജയന്തന്റെ പരാജയത്തില് ദേവന്മാർക്ക് ഭയങ്കര വിഷമമായി. കാരണം ഈ അസുരന്മാരെ ഒരു തരത്തിലും ഒതുക്കാൻ പറ്റുന്നില്ലല്ലോ. മേഘനാഥൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി ദേവസേനയെ ഇങ്ങനെ തുരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ മോളെ രേണു അല്ലേ. ഇങ്ങനെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവന്മാരെ. ഒരു തരത്തിലും വിടുക. പല പ്രാവശ്യം ഇന്ദ്രലോകം ഈ അസുരന്മാര് കൈയടക്കി വെക്കാറുണ്ട്. തൻ്റെ സൈന്യത്തിൽ പരാജയം വന്നപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്ത് രഥത്തിൽ കയറി. നേരെ രഥം എടുത്തിട്ട് രഥത്തിൽ കയറിയിട്ട് രുദ്രന്മാർ, വസുക്കൾ, ആദിത്യന്മാർ, അശ്വിനി ദേവന്മാർ എന്നിവരുടെ കൂടെ ഒരുപാട് ആയുധങ്ങളുമായിട്ട് യുദ്ധത്തിനിറങ്ങി. ദേവേന്ദ്രൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങി. അപ്പോഴേക്കും വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ദിവ്യമായ രഥത്തിൽ കയറി രാക്ഷസന്മാരും അസുരന്മാരെല്ലാം അനുഗമിച്ചുകൊണ്ട് ദശഗ്രീവൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി. ഇനി ഇന്ദ്രനും രാവണനും തമ്മിലായി യുദ്ധം. യുദ്ധഭൂമിയിൽ ഇറങ്ങിയിട്ട് മകനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്വയം രാവണൻ അങ്ങോട്ട് ബാണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. രാവണന്റെ സഹോദരനായിരിക്കുന്ന കുംഭകർണനും എന്ത് ചെയ്ത് ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. രുദ്രന്മാരുടെ ആയുധങ്ങളേറ്റ് കുംഭകർണനും ഒക്കെ ഭയങ്കരമായിട്ട് രുദ്രന്മാരുടെ ആയുധങ്ങളേറ്റിട്ട് കുംഭകർണനും ആകെപ്പാടെ വിഷമം വരാൻ തുടങ്ങി. തൻ്റെ സൈന്യത്തിന് വരുന്ന നാശം കണ്ടപ്പോൾ മേഘനാഥൻ എന്ത് ചെയ്ത് ദേവന്മാരോടും കഠിനമായിട്ട് അങ്ങ് പോരാടാൻ തുടങ്ങി. തൻ്റെ മഹത്തായ ധനുസിൽ നിന്ന് ഇന്ദ്രൻ രാവണന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവണനെ വെറുതെ വിടില്ല എന്ന് തന്നെ ഇന്ദ്രൻ. രാവണൻ ഇന്ദ്രന്റെ നേരെയും അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ പ്രദേശം മുഴുവൻ അങ്ങ് ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി. രണ്ട് ഭാഗത്തിലുള്ള സൈന്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവണന്റെ ഭാഗത്തുള്ള സൈന്യങ്ങളും ദേവേന്ദ്രന്റെ ഭാഗത്തുള്ള സൈന്യങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാക്ഷസ സൈന്യത്തിലെ 10 മാത്രമേ ശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാക്ഷസന്മാരുടെ സൈന്യത്തിലെ 10 ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റെല്ലാവരും യമപുരിയിലേക്ക് പോയി. ഇന്ദ്രനും രാവണനും മേഘനാഥനും എല്ലാവരും അന്ധകാരം കണ്ട് മോഹിതരായില്ല. മനസ്സിലായില്ലേ? തൻ്റെ സൈന്യത്തിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പോൾ രാവണന് ഭയങ്കര ദേഷ്യമായി. കാരണം രാവണന്റെ സൈന്യത്തിൻ്റെ ഒരു 1/4 ഭാഗവും ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി രാവണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സാരഥിയോട് രഥം കൊണ്ടുപോയിട്ട് ശത്രു സൈന്യത്തിൻ്റെ നടുക്ക് നിർത്താൻ പറഞ്ഞു. രാവണൻ നോക്കുമ്പോൾ രാവണന്റെ കൂടെ വന്ന സൈന്യങ്ങളുടെ ഒരു 75% നഷ്ടപ്പെട്ടു. ഉടനെ സാരഥിയോട് പറഞ്ഞു, രഥം എടുത്തിട്ട് സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ടുപോയിട്ട്, അതായത് ദേവേന്ദ്രന്മാരുടെ സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. സാരഥി നേരെ രാവണന്റെ രഥവും കൊണ്ട് ദേവന്മാരുടെ സൈന്യത്തിന്റെ നടുക്ക് പോയി നിന്നു. രാവണൻ എന്ത് ചെയ്ത് തങ്ങളുടെ സൈന്യത്തിന്റെ മധ്യംഗതാണെന്ന് കണ്ട ദേവേന്ദ്രൻ അവനെ വധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജീവനോടെ പിടികൂടാൻ ദേവന്മാരോട് പറഞ്ഞു. അപ്പം നമ്മുടെ ദേവേന്ദ്രൻ നോക്കുമ്പോൾ ദേവേന്ദ്രന്റെ സൈന്യങ്ങളുടെ നടുക്കാണ് രാവണൻ വന്നിരിക്കുന്നത്. അപ്പൊ രാവണൻ എന്തായാലും ദേവേന്ദ്രനെ അറിയാം, ദേവേന്ദ്രനെ കൊണ്ട് വധിക്കാൻ കഴിയില്ലെന്നറിയാം.
അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? ദേവേന്ദ്രൻ പറഞ്ഞു ഒരു തരത്തിലും വധിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണം എന്നറിയാമോ? എങ്ങനെയെങ്കിലും മാതാജി ക്ലാസ്സിലാണേ, പിന്നെ വിളിക്കൂ കേട്ടോ. അപ്പം ഒരു തരത്തിലും വധിക്കാൻ കഴിയില്ല എന്ന് ആർക്കറിയാം? ദേവേന്ദ്രൻ അറിയാം. അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു ഇവനെ ജീവനോട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജീവനോട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. രാവണൻ എന്ത് ചെയ്ത്? തങ്ങളുടെ സൈന്യത്തിന്റെ നടുക്കായതുകൊണ്ടാണ് ദേവേന്ദ്രൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. ദേവേന്ദ്രൻ അതിനുള്ള ശ്രമം തുടങ്ങി. എന്തിനുള്ള ശ്രമം? നമ്മുടെ എന്താ പറയാ, രാവണനെ ജീവനോട് പിടിക്കാനുള്ള ശ്രമം. തൻ്റെ പിതാവിന് ആപത്തുണ്ടാവുന്നെന്ന് കണ്ടപ്പോഴേക്കും രാവണന്റെ മകൻ മേഘനാഥൻ നോക്കുമ്പോൾ എന്താ പറയാ, അച്ഛൻ ആപത്ത് വരാൻ പോവാണ് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മേഘനാഥന് ഒരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ലഭിച്ച വരം അന്തർധാന വിദ്യ ഉപയോഗിച്ച് മറയുകയും മറ്റു ദേവന്മാരെ വിട്ട് ദേവേന്ദ്രന് നേരെ അസ്ത്രം പ്രയോഗിച്ചു. അതായത് നിൽക്കുന്ന നിൽപ്പിൽ തന്നെ മറഞ്ഞു പോകും. ആളെ നോക്കുമ്പോൾ ആളെ കാണാത്ത രീതിയിൽ മറഞ്ഞു പോകുന്ന ഒരു ദിവ്യ വരം ലഭിച്ചിട്ടുണ്ട്. ആ വരം വെച്ചിട്ട് മേഘനാഥൻ എന്ത് ചെയ്തു? നേരെ ദേവേന്ദ്രന്റെ നേരെ അസ്ത്രം തൊടുത്തു വിടാൻ തുടങ്ങി. ദേവേന്ദ്രൻ അവനെ കാണാൻ കഴിയുന്നില്ല. ആരാണ് അസ്ത്രം തൊടുത്തു വിടുന്നത്? അത് കാണാൻ പറ്റുന്നില്ല. കവചമില്ലാത്ത തങ്ങളുടെ ദേഹത്തിൽ ദേവന്മാരുടെ അസ്ത്രങ്ങൾ വന്ന് പതിക്കുന്നുണ്ടെന്നും മേഘനാഥൻ ഒന്നും ചെയ്യാതെ മാതലിയെയും ഇന്ദ്രനെയും മാത്രം ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരം ഇതായിട്ടിങ്ങനെ തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ സാരഥിയെയും രഥത്തെയും ഉപേക്ഷിച്ച് സ്വന്തം വാഹനമായ ഐരാവതത്തിന്റെ പുറത്ത് കയറിയിട്ട് മേഘനാഥന്റെ നേരെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? വേഗം അവിടെ നിന്ന് ഇറങ്ങി. ആ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ദ്രന്റെ വാഹനമായ ഐരാവതത്തിലേക്ക് അങ്ങ് ചാടിക്കേറി. ഐരാവതത്തിൽ ചാടിക്കേറിയിട്ട് നേരെ മേഘനാഥന്റെ നേരെ പോകാൻ തുടങ്ങി. തൻ്റെ മായാപ്രയോഗത്താൽ ആർക്കും കാണാൻ കഴിയാതെ തന്നെ മേഘനാഥൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ട് ഇന്ദ്രനെ ബാണങ്ങൾ കൊണ്ട് പ്രഹരിക്കാൻ തുടങ്ങി. കാരണം മേഘനാഥന്റെ ശരീരം കാണാൻ കഴിയില്ല. അങ്ങനെയാണ് മേഘനാഥൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മേഘനാഥൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ട് എന്താ ചെയ്തത്? ബാണങ്ങൾ കൊണ്ട് പ്രഹരിക്കാൻ തുടങ്ങി. തൻ്റെ ബാണപ്രയോഗത്താൽ ഇന്ദ്രൻ ക്ഷീണിതനാണെന്ന് കണ്ട രാവണി മായാപ്രയോഗം കൊണ്ട് തന്നെ ഇന്ദ്രനെ ബന്ധിച്ച് തൻ്റെ സൈന്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നേരെ രാവണൻ പോയിട്ട് ഇന്ദ്രനെ ബന്ധിച്ചിട്ട് ഈ രാവണന്റെ സൈന്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്രകാരം ദേവേന്ദ്രൻ കൊണ്ടുപോകപ്പെടുന്നത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാം എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ദേഷ്യം വന്ന ദേവന്മാരെന്ത് ചെയ്തു? രാവണനെ ശരവർഷം കൊണ്ട് മൂടിക്കളഞ്ഞു. രാവണന്റെ നേരെ ഒരുപാട് ശരങ്ങൾ വിടാൻ തുടങ്ങി. ആ സമയത്ത് മേഘനാഥൻ രാവണന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹേ താതാ വന്നാലും. മേഘനാഥൻ രാവണന്റെ അടുത്ത് പോയിട്ട് പറയണം, അച്ഛാ വായോ, യുദ്ധം നിർത്തിയിട്ട് നമുക്ക് പോകാം. ദേവന്മാരുടെ പ്രഭുവായ ഇന്ദ്രൻ എന്നാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങേക്ക് 3 ലോകങ്ങളുടെയും അധീശനായി കഴിയാം. ഇനി അങ്ങ് പേടിക്കേണ്ട. 3 ലോകങ്ങൾക്കും അങ്ങ് ആരായി? ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി മാറാം എന്ന് പറഞ്ഞു. മേഘനാഥന്റെ വാക്ക് കേട്ടിട്ട് ദേവന്മാര് യുദ്ധം നിർത്തിക്കളഞ്ഞു. യുദ്ധം നിർത്തി ഇന്ദ്രനില്ലാത്ത യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇന്ദ്രനില്ലാത്ത യുദ്ധഭൂമിയിൽ നിന്ന് ദേവന്മാരെല്ലാവരും മടങ്ങിപ്പോയി. കാരണം നിന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, മനസ്സിലിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. മകൻ പറഞ്ഞത് കേട്ടപ്പോൾ ബിന്ദുമ്മ, അമ്മ ഫോൺ എടുക്കുന്നില്ല, ഒന്ന് താഴെ പോയി നോക്കിക്കുക അവൾ എന്തെടുക്കണമെന്ന്. അതെ, ചായ വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊണ്ടുതരാമെന്ന് പറയാട്ടാ. എന്നിട്ട് പറയും കിടന്നോ, ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കൊണ്ടുവരാമെന്ന് പറയട്ടാ. ഒന്ന് ചെന്ന് നോക്ക് ബിന്ദുമ്മേ. അവളവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണേ, എന്താ പറയാ. അങ്ങനെ മേഘനാഥന്റെ വാക്ക് കേട്ടിട്ട് ദേവന്മാരെന്ത് ചെയ്ത് യുദ്ധമെല്ലാം നിർത്തി നേരെ ഇന്ദ്രനില്ലാത്ത യുദ്ധഭൂമിയിൽ നിന്ന് അവരെല്ലാവരും മടങ്ങിപ്പോയി. മകൻ പറഞ്ഞത് കേട്ടപ്പം രാവണൻ എന്ത് ചെയ്തു?
അവനെ അങ്ങ് എന്താ പറയുക ശ്ലാഘിച്ചുകൊണ്ട് ബലവാന്മാർക്ക് തുല്യമായ പരാക്രമം കാഴ്ചവെക്കാൻ കഴിവുള്ള നീ നമ്മുടെ കുലത്തിന് അഭിമാനമാണെന്ന് പറഞ്ഞു. കെട്ടിപ്പിടിച്ചിട്ട് രാവണൻ പറഞ്ഞു, മേഘനാഥ, നീ എൻ്റെ മകനാണ്, നല്ല പരാക്രമശാലിയാണ് നീ, അതുകൊണ്ട് തന്നെ നീ നമ്മുടെ രാക്ഷസ കുലത്തിന് അഭിമാനമാണെന്ന് പറഞ്ഞു. ഇന്ദ്രനും ദേവന്മാരും എല്ലാം തന്നെ നിന്നാൽ പരാജിതരാക്കപ്പെട്ടുവല്ലോ. ഇന്ദ്രനും ഉണ്ടായിരുന്നു, ദേവന്മാരുണ്ടായിരുന്നു, എല്ലാവരും നീ പരാജയപ്പെടുത്തിയില്ലേ. ഇന്ദ്രനെ രഥത്തിൽ കയറ്റി നീ നമ്മുടെ നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കും. വേഗം അവനെ രഥത്തിൽ കയറ്റി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാൻ മന്ത്രിമാരുടെ കൂടെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. കണ്ടില്ല മാതാജി, കൊണ്ടുപോകണം, ഉച്ചയ്ക്ക് കൊണ്ടുപോകണം. അപ്പോൾ പറയാണ്, ഇന്ദ്രനെ രഥത്തിൽ കയറ്റി നീ വേഗം അങ്ങോട്ട് കൊണ്ടുപോ, ഞാൻ മന്ത്രിമാരുടെ കൂടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മേഘനാഥൻ എന്ത് ചെയ്ത് ഇന്ദ്രനെയും കൊണ്ട് ലങ്കയിലേക്ക് പോയി. മേഘനാഥൻ ഇന്ദ്രനെയും കെട്ടിവലിച്ച് ലങ്കയിലേക്ക് പോയി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന രാക്ഷസന്മാരെ നേരെ പിരിച്ചുവിട്ടു. യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ, ഇനി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, മേഘനാഥനാൽ ബന്ധനസ്ഥനാക്കിയിട്ട് ദേവേന്ദ്രനെ കെട്ടി വരിഞ്ഞു വെച്ചു. എന്നിട്ട് ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവന്മാരെല്ലാം ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവേന്ദ്രനെ അങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് പോയല്ലോ, ഇനി ഒരു രക്ഷയില്ല. അത് കാരണം ആകെ വിഷമിച്ചിരിക്കുകയാണ്. അത് ഒരു ടെൻഷൻ. ദേവന്മാർക്കെല്ലാം കൂടെ ഭയങ്കര വിഷമമാവാൻ തുടങ്ങി. ഒരു മിനിറ്റ് മോനെ, മമ്മി ക്ലാസ്സിലാണ്. ഒരു അരമണിക്കൂർ ഇപ്പോൾ വിളിക്കാട്ടാ. അതടുത്തത് മോനാണ്, അവിടെ സെർവൻ്റ് എത്തിയിട്ടുണ്ടാവില്ല, അതാണ് ആ വിളി. അങ്ങനെ ബ്രഹ്മാവിനെ പോയി കണ്ടിട്ട് ഇന്ദ്രൻ്റെ അവസ്ഥ ദേവന്മാരെ അറിയിച്ചു. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയിച്ചു. ബ്രഹ്മാവ് ഉടനെ അവരുടെ കൂടെ ലങ്കയിലേക്ക് പോയി, ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് പോയി. പുത്രന്മാരോടും സഹോദരന്മാരോടും കൂടി ലങ്കയിൽ വസിച്ചിരുന്ന രാവണനെ കണ്ടിട്ട് ആകാശത്ത് വെച്ച് തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, വത്സ രാവണ, നിന്റെ വിക്രമത്തിലും ഔദാര്യത്തിലും ഞാൻ പ്രീതനും സന്തുഷ്ടനുമാണ്. നിന്റെ പരാക്രമിയായിരിക്കുന്ന മകൻ ദേവന്മാരുടെ എല്ലാം നാഥനായ ദേവേന്ദ്രനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കല്ലേ. അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണം. ഒരിക്കലും നീ അത് ചെയ്യാൻ പാടില്ല. നിന്റെ പുത്രനായിരിക്കുന്ന മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്ന നാമത്താൽ ലോകപ്രസിദ്ധനാകുമെന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ദ്രജിത്തായിട്ട് വന്നത് ആരാന്നറിയാമോ? രാവണന്റെ മകനാണ്. പറഞ്ഞു, നീ ഉടനെ തന്നെ ദേവേന്ദ്രനെ ഈ ലങ്കയിൽ നിന്ന് മോചിപ്പിക്കണം, ഇവിടെ പിടിച്ചു വെച്ചതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാവിന്റെ വാക്ക് കേട്ടപ്പോൾ നമ്മുടെ മേഘനാഥൻ പറയാണ്, ഇന്ദ്രനെ വിട്ടയക്കുന്നതിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് അമരത്വം ലഭിക്കണമെന്ന വരമാണ്. മേഘനാഥൻ പറയാണ് ബ്രഹ്മാവിനോട്, ഇന്ദ്രനെ വിട്ടയക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് അമരത്വം വേണം, എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. എന്നാൽ പൂർണ്ണമായ അമരത്വം ആർക്കും വരമായി നൽകാൻ സാധിക്കില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. നീ അമരത്വമാണ് ചോദിക്കുന്നത്, സമ്മതിച്ചു, പക്ഷെ പൂർണ്ണമായ ഒരു അമരത്വം ആർക്കും തരാൻ കഴിയില്ല, ഒരാൾക്കും അങ്ങനെ ഒരു അനുഗ്രഹം തരാൻ കഴിയില്ല. അത് കേട്ടപ്പം നമ്മുടെ മേഘനാഥൻ പറയാണ്, ഞാൻ വിജയം ഉദ്ദേശിച്ച് മന്ത്രസമേതം അഗ്നിയിൽ ഹവ്യം കൊണ്ട് ഹവനം നടത്തിയാൽ അതിൽ നിന്ന് കുതിരകളോടുകൂടിയ രഥം ഉയർന്നു വരണം എന്ന് പറഞ്ഞു. മേഘനാഥൻ പറയാണ്, ഞാനൊരു വിജയം മനസ്സിൽ കരുതിക്കൊണ്ട് ഹോമം നടത്തിയാൽ കുതിരകളോടുകൂടിയ രഥം എവിടെ നിന്ന് വരണം? ആ ഒരു അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വരണം. ആ രഥത്തിലിരുന്ന് ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. ആ ഹോമം പൂർണ്ണമാക്കാൻ കഴിയാതെ വന്നാൽ ആ യുദ്ധത്തിൽ ഞാൻ തോറ്റുപോയിക്കോട്ടെ. ഏത് യുദ്ധത്തിന് പോകുന്നതിനേക്കാളും മുമ്പേ ഞാൻ ഹോമം ചെയ്യും. അപ്പൊ ആ ഹോമകുണ്ഡത്തിൽ നിന്ന് രഥം വരും, കുതിരകളോട് കൂടിയുള്ള രഥം വരും. ആ രഥത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ എനിക്ക് മരണം സംഭവിക്കരുത്. ഇനി ഹോമം പൂർത്തിയാക്കാതെയാണ് ഞാൻ പോകുന്നെങ്കിൽ എനിക്ക് മരണം സംഭവിച്ചോട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ വരം എനിക്ക് നിശ്ചയമായിട്ടും തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. എല്ലാവരും തപസ് ചെയ്തിട്ടാണ്. അവൾ എന്തെടുക്ക വയ്യേ? ഒരു ചായ ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഒന്നും വേണ്ടെന്നോ? അതിപ്പോ കൊണ്ടുപോവാ. അങ്ങനെ എല്ലാവരും കൂടെ എന്താ പറയാ, ഈ വരം എനിക്ക് നിശ്ചയമായിട്ടും നൽകണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മേഘനാഥൻ പറഞ്ഞു. എല്ലാവരും തപസ് ചെയ്തിട്ടാണ് അമരത്വം വരമായി വരിക്കുന്നത്. എന്നാൽ എൻ്റെ പരാക്രമം കൊണ്ടാണ് ഞാൻ അമരത്വം ചോദിക്കുന്നതെന്ന് മേഘനാഥൻ ബ്രഹ്മദേവനോട് പറഞ്ഞു. ബ്രഹ്മാവ് ആ രീതിയിൽ വരമൊക്കെ കൊടുത്തു.
ഇന്ദ്രജിത്തിനാൽ വിട്ടയക്കപ്പെട്ട ഇന്ദ്രദേവനോടുകൂടി ദേവന്മാർ ദേവലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു. അല്ല നിൽക്കട്ടെ, ഇപ്പോൾ 12 കാലമായിട്ടുള്ളൂ, 1:30 ഡോക്ടർ വരാൻ. അങ്ങനെ ഇന്ദ്രന് ബന്ധനം ഭവിക്കാനുള്ള കാരണവും ഇന്ദ്രകൃത പരിഹാരവും കൂടി നോക്കുകയാണ്. ഇന്ദ്രജിത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തനായിട്ട് ഇന്ദ്രജിത്തിന്റെ ആ ഒരു പിടിയിൽ നിന്ന്, മേഘനാഥന്റെ പേരാണ് ഇന്ദ്രജിത്ത് എന്ന് കേട്ടോ, ഇന്ദ്രജിത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് സ്വന്തം സ്ഥലത്തെത്തിയ ഇന്ദ്രൻ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. ആ രീതിയിലിരിക്കുന്ന ഇന്ദ്രനെ കണ്ടിട്ട് ഒരു ദിവസം ഇല്ലമ്മ ഡോക്ടർ വരാൻ സമയമെടുക്കും, 1:30 മണിയാവും. അങ്ങനെ എന്താ പറയുക, എപ്പോഴും ഇന്ദ്രൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. ആ രീതിയിലിരിക്കുന്ന ഇന്ദ്രനെ കണ്ടിട്ട് ഒരു ദിവസം ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അങ്ങനെയുള്ള ഒരു ദുര്യോഗം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. കാരണം എന്തെന്ന് ഇന്ദ്രനോട് പറഞ്ഞു. ഹേ അമരേന്ദ്ര, ഭവാനാൽ പണ്ടൊരു ദുഷ്കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ അമ്മു ரெடி ஆயிக்கோ, நம்ம ஹாஸ்பிட்டல் போகலாம் சரியா? இல்லை நீ ரெடியாகும் சீக்கிரம் ரெடியாகும், ஒரு 1/2 hourல ரெடியாகும், நான் வந்துடுறேன் கீழே. இப்போ பிந்துமா வந்து கொஞ்சம் டீ எடுத்துகிட்டு வரும், நீ பைசா பற்றி யோசிக்காத, நான் கொடுத்துக்கிறேன், நீ ரெடியாகும் சீக்கிரம், சொன்னால் புரிஞ்சுக்கோங்க சரியா? சீக்கிரம் ரெடியா சொல்றது கேளு அம்மு, தயவு செய்து. அது பரவாயில்ல, நான் சொல்றது கேளு, நீ என்ன டென்ஷன் படுத்தாத, நான் கீழே இறங்கி வர ஒரு 1/2 hourல, நீ சீக்கிரம் ரெடியாகும். ബിന്ദുമ്മ പോയിട്ട് ഒരു കാപ്പി ഇട്ട് കൊണ്ട് കൊടുക്കുക. അങ്ങനെ 1 മിനിറ്റ് കേട്ടോ, അത് നമുക്ക് ഒന്നുകൂടി എടുക്കാം. വെയിറ്റ് ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് ഞാൻ സാമ്പാറിനുള്ള പരിപ്പിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചക്കറി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് ചാപ്റ്റർ ഒന്നുകൂടി എടുക്കാം കേട്ടോ. ഇന്ദ്രജിത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് ആരാന്നറിയോ? മേഘനാഥൻ എന്ന് പറയുന്നത് രാവണന്റെ മകൻ. അങ്ങനെ ഇന്ദ്രജിത്തിന് ആ പേര് കൊടുത്തിരിക്കുന്നത് ആരാണ്? ബ്രഹ്മദേവൻ. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്ന ഇന്ദ്രൻ എന്താ ചെയ്തത്? എപ്പോഴും ദേവലോകത്ത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. ആ രീതിയിലിരിക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ ഒരു ദിവസം ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങനെയുള്ള ഒരു ദുര്യോഗം വരാനുള്ള കാരണം എന്തെന്ന് ഇന്ദ്രനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ ഒരു പ്രയാസം വന്നത് എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറയാണ്, ഹേ അമരേന്ദ്ര, ഭവാനാൽ പണ്ടൊരു ദുഷ്കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ, അതായത് ബ്രഹ്മദേവൻ മുമ്പ് സൃഷ്ടി തുടങ്ങിയ സമയത്ത് പ്രജകളെയെല്ലാം ഒരേ രൂപത്തിലും ഒരേ നിറത്തിലും ആണ് സൃഷ്ടിച്ചത്. ബ്രഹ്മദേവൻ പണ്ട് സൃഷ്ടി ആരംഭിച്ച സമയത്ത് പ്രജകളെ എല്ലാവരെയും ഒരേ രൂപത്തിലും ഒരേ നിറത്തിലുമാണ് സൃഷ്ടിച്ചത്. ദർശനത്തിലോ ലക്ഷണത്തിലോ, അതായത് കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ഗുണത്തിലോ ആർക്കും ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി മാത്രം ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഒരു സ്ത്രീയെ അങ്ങ് സൃഷ്ടിച്ചു. പ്രജകളിൽ ഓരോരുത്തരിലും ഏതേത് അംഗം വിശിഷ്ടമായി ഉണ്ടായിരുന്നുവോ അവയെല്ലാം ചേർത്തിണക്കിയായിരുന്നു ഞാൻ സൃഷ്ടി നടത്തിയത്. എല്ലാവരെയും ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഒരേപോലെ സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വ്യത്യസ്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത്. ഫലം എന്നാൽ വൈരൂപ്യവും, ഫല്യം എന്നാൽ അതിൻ്റെ ഭാവമാണല്ലോ. ഹല്യം എന്ന ഭാവം ലേശമില്ലാത്ത ആ സ്ത്രീക്ക് ഞാൻ അഹല്യ എന്ന് പേരിട്ടു. ബ്രഹ്മദേവൻ പറയാണ്, ഹലം എന്നാൽ വൈരൂപ്യം. വൈരൂപ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണാൻ കൊള്ളാത്തത് എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ വൈരൂപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപഭാവത്തെയും നമ്മൾ ആ രീതിയിൽ പറയും. ഹല്യം എന്നാൽ അതിൻ്റെ ഭാവമാണ്. ഓക്കെ, ഹല്യം എന്ന ഭാവം ഒട്ടുമില്ലാത്ത ആ സ്ത്രീക്ക് ബ്രഹ്മദേവൻ എന്ത് പേരിട്ടു? അഹല്യ എന്ന പേരിട്ടു. ഭവാൻ അവളെ സ്വന്തമാക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. ആര്? ഇന്ദ്രൻ അഹല്യയെ സ്വന്തമാക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു. അവളെ ഞാൻ ഗൗതമന് നൽകാമെന്ന് മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രഹ്മദേവൻ വിചാരിച്ചു അഹല്യയെ ഗൗതമന് കൊടുക്കാം. പക്ഷെ ഇന്ദ്രൻ എന്ത് വിചാരിച്ചു? അഹല്യയെ ഇന്ദ്രൻ സ്വന്തമാക്കണം. മഹാതപസിയായ ഗൗതമൻ എന്ത് ചെയ്തു? അവളെ വിട്ടിട്ട് അവളെ സ്വന്തം ആശ്രമത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ അവളിൽ എന്താ പറയാ, ഗൗതമൻ അവളെ വിട്ടിട്ട് നേരെ സ്വന്തം ആശ്രമത്തിൽ പോയി താമസിക്കുകയാണ്. ആ സമയത്ത് ഒരിക്കൽ നമ്മുടെ ഇന്ദ്രന് അവളിൽ ഒരു ഇഷ്ടം തോന്നി. അവരുടെ ആശ്രമത്തിൽ ചെന്നിട്ട്
അഗ്നിശിഖ പോലെ ശോഭിക്കുന്ന അവളെ കണ്ടു. ഇന്ദ്രൻ നേരെ ഗൗതമന് പറഞ്ഞു വെച്ച ഈ പെണ്ണിന്റെ, ഈ അഹല്യയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അഹല്യയെ കണ്ടപ്പോഴേക്കും ഇന്ദ്രന് ഭയങ്കര ഒരു താല്പര്യം തോന്നി. താല്പര്യം തോന്നുക മാത്രമല്ല, അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം തോന്നി. അവളുമായിട്ട് അവിടെ വെച്ചിട്ട് സംഗമിക്കുകയും ചെയ്തു. അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ സമയത്ത് നേരെ ഗൗതമ മഹർഷി ഇത് കണ്ടുവന്നു. മഹർഷി കണ്ടപ്പോഴത്തേക്കും മഹർഷി എന്ത് ചെയ്ത്, ഭവാൻ പരമ തേജസ്വിയായ അദ്ദേഹത്താൽ ശപിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? താങ്ക് യു ജയന്തി മാതാജി, താങ്ക് യു സോ മച്ച്. മാതാജി ഒന്ന് എന്നെ വിളിക്കണേ. അങ്ങനെയെങ്കിൽ പിന്നെ എനിക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം. അവളുടെ മക്കളെയും ഞാൻ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്ക് വരില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് അവരെ പോയി വിളിച്ചുകൊണ്ട് വരണം സ്കൂളിൽ നിന്ന്. അപ്പം മാതാജി എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അവളുടെ സിംറ്റംസ് പറഞ്ഞുതരാം. അപ്പോൾ എനിക്കൊന്ന് മെഡിസിൻ വാട്സപ്പ് ചെയ്താൽ ഞാനിവിടെ ഓപ്പൺ മെഡിസിൻസിൽ വിളിച്ച് പറഞ്ഞാൽ അവർ മരുന്ന് എനിക്ക് എത്തിച്ചിരും. താങ്ക് യു സോ മച്ച്. അങ്ങനെ ആ സമയത്ത് മഹർഷിമാരാൽ കാണപ്പെട്ട മഹർഷി കണ്ടു എന്ത്, നമ്മുടെ ഈ ഇന്ദ്രനും അഹല്യയും തമ്മിൽ സംഗമിക്കുന്നത്. അപ്പം മഹർഷി വേഗം ഇന്ദ്രനെ അങ്ങ് ശപിച്ചു. തൻ്റെ പത്നിയെ ബലാത്കാരം ചെയ്ത കാരണത്താൽ സമരത്തിൽ ശത്രുവിൻ്റെ പക്കൽ അകപ്പെടട്ടെ എന്നും മനുഷ്യന്റെ രൂപത്തിൽ ചെന്ന് ദുഷ്കൃത്യം അനുഷ്ഠിച്ചതിനാൽ മനുഷ്യലോകത്തിൽ ഭവിക്കട്ടെ എന്നും സ്ഥിരമായ സ്ഥാനമില്ലാതെ പോകട്ടെ എന്നും പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയുമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളിൽ നിന്നൊക്കെ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. മാത്രമല്ല മനുഷ്യലോകത്തിൽ പോയിട്ട് നിങ്ങൾ വീഴും. നോക്കിക്കോ, എവിടെയും നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭാര്യനെയും ശപിച്ചു, അഹല്യനെയും ശപിച്ചു. യാതൊരു രൂപലാവണ്യം കൊണ്ടാണോ അപ്രകാരം സംഭവിച്ചത്? നീ നിന്റെ അഴക് കൊണ്ട്, നിന്റെ ഭംഗി കൊണ്ടാണ് നിനക്ക് ഇങ്ങനൊരു ശാപം, ഇങ്ങനൊരു കാര്യം നീ ചെയ്തതല്ലേ, അത് നിനക്കില്ലാതെ പോട്ടെ എന്ന് പറഞ്ഞു. ആ ശാപം ലഭിച്ച് അതിനുശേഷമാണ് പ്രജകളിൽ പലർക്കും രൂപലാവണ്യം ലഭിക്കാൻ തുടങ്ങിയത്. മഹർഷിയുടെ രൂപത്തിൽ ചെന്ന ഇന്ദ്രനാൽ താൻ കബളിക്കപ്പെടുകയാണെന്ന് പറഞ്ഞ് ശാപമോക്ഷം യാചിച്ച ഭാര്യയ്ക്ക്, അതായത് മഹർഷിയുടെ രൂപത്തിലാണ് ഇന്ദ്രൻ ചെല്ലുന്നത്. എന്നിട്ട് മഹർഷിയുടെ രൂപത്തിൽ ഇന്ദ്രനാൽ താൻ കബളിക്കപ്പെട്ടു, അല്ലേ, അഹല്യ കബളിപ്പിക്കപ്പെട്ടു. അത് പറഞ്ഞ് ശാപമോക്ഷം ചോദിച്ചു. അഹല്യ പറഞ്ഞു, നിങ്ങളുടെ രൂപത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ചതിക്കപ്പെട്ടത്, അല്ലാതെ ഞാൻ ഒരിക്കലും ആ രീതിയിൽ പോയതല്ല എന്ന് അഹല്യ ഭർത്താവിനോട് പറഞ്ഞു. അങ്ങനെ ഭാര്യയ്ക്ക് ഒരു ശാപമോക്ഷം കൊടുത്തു. ആര്? നമ്മുടെ മഹർഷി ശാപമോക്ഷം കൊടുത്തു, ഗൗതമ മഹർഷി. എന്താ കൊടുത്തതെന്നറിയോ? എപ്പോഴാണോ ഇക്ഷാകു വംശത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീരാമൻ എന്ന നാമത്തിൽ ജനിച്ചിട്ട് അവൾ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിലെത്തുകയും അവളെ ദർശിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ അവൾ പാപവിമുക്തയാകും, പൂർവ്വരൂപം ലഭിക്കുകയും ചെയ്തു. അതായത് കല്ലായി പോവല്ലോ, കല്ലായി പോയി കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ പാദം അവിടെ എത്തുമ്പോഴല്ലേ ആ കല്ലായി മാറി അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യുന്ന ഗൗതമ മഹർഷി പറഞ്ഞു. എന്നും അദ്ദേഹത്തിന് ആതിഥ്യം നൽകിയ ശേഷം തൻ്റെ സമീപത്തേക്ക് വരാം. അങ്ങനെ നിനക്ക് എന്നാണോ ശാപമോക്ഷം ലഭിക്കുന്നത് അന്ന് നിനക്ക് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്രകാരം ശ്രീരാമന്റെ സന്ദർശനത്തോടുകൂടി അഹല്യ ആ കാലത്ത് ശാപമോക്ഷം ലഭിച്ചു. ഇന്നിപ്പോൾ ആ ശാപത്തിൻ്റെ കാരണത്താലാണ് ഇന്ദ്രന് ഈ ദുർഗതിയെല്ലാം നേരിടേണ്ടി വരുന്നത്. അന്ന് മഹർഷി ശപിച്ചതുകൊണ്ടാണ് ഇന്ദ്രന് ഈ ദുർഗതിയെല്ലാം ലഭിച്ചത്. അന്ന് ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ പ്രതിവിധിയായി ഭവാൻ അനുഷ്ഠിക്കേണ്ടത് വൈഷ്ണവ യജ്ഞമാണെന്ന് പറഞ്ഞു. അന്ന് ചെയ്ത തെറ്റുകൊണ്ട് ഈ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കാണ്, ഇന്ദ്രൻ അന്ന് ചെയ്ത തെറ്റുകൊണ്ട് ഇന്ന് വൈഷ്ണവ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ഭവാന് ത്രിദിവാധിപനായിത്തീരും. യാതൊരു വിഷമവും ഉണ്ടാവില്ല. അങ്ങേക്ക് ശത്രുക്കളിൽ നിന്ന് ജയിക്കാൻ പറ്റുന്നത്. ഭവാന്റെ മകനായിരിക്കുന്ന ജയന്തൻ യുദ്ധത്തിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടില്ല. ബ്രഹ്മദേവൻ പറയണം, അങ്ങ് പേടിക്കണ്ട, അങ്ങയുടെ മകൻ ജയന്തൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ അവൻ്റെ മുത്തച്ഛനാൽ സമുദ്രത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്, സമുദ്രത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇത്രയും അരുളി ചെയ്ത് ബ്രഹ്മാവ് പോയി. അങ്ങ് വിഷമിക്കാതെ, അങ്ങയുടെ മകൻ എങ്ങും പോയിട്ടൊന്നുമില്ല, സമുദ്രത്തിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം വൈഷ്ണവ യജ്ഞം നടത്തിയിട്ട് വീണ്ടും ത്രിവാധിപത്യം നേടി. 3 ലോകങ്ങളിലും ഒക്കെ നല്ല പേരും പ്രശസ്തിയും ഒക്കെ നേടി. അഗസ്ത്യ മഹർഷി എന്ത് ചെയ്ത്? ഇത്രയും പറഞ്ഞ ശേഷം ശ്രീരാമനോട് വീണ്ടും പറഞ്ഞു, ഇതാണ് ഇന്ദ്രജിത്ത് പിതാവിനേക്കാൾ പരാക്രമശാലിയാണെന്ന് പറയാൻ കാരണം. അവനാൽ ദേവേന്ദ്രൻ തന്നെ ജിതനായിട്ടുണ്ട്. അന്യരുടെ കാര്യം പറയാനുണ്ടോ? എന്താ പറയുന്നത്?
ശ്രീരാമനോട് പറഞ്ഞു, ഇതാണ് ഇന്ദ്രജിത്ത്, അച്ഛനേക്കാൾ പരാക്രമശാലിയാണ് ഇന്ദ്രജിത്ത് എന്ന് പറയാൻ കാരണം. അവനാൽ ദേവേന്ദ്രൻ തന്നെ ജിതനായിട്ടുണ്ട്. പിന്നെ വേറെ ആൾക്കാരുടെ കാര്യം പറയാൻ പറ്റൂ? അഗസ്ത്യൻ പറഞ്ഞ കഥ കേട്ടിട്ട് ശ്രീരാമനും ലക്ഷ്മണനും പറയാണ്, അയ്യോ ഇതൊക്കെ ഭയങ്കര ആശ്ചര്യമാണല്ലോ എന്ന് ശ്രീരാമനും ലക്ഷ്മണനും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അഗസ്ത്യൻ ഇത്രയും കഥകൾ പറഞ്ഞ് കേട്ടപ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീരാമസ്വാമി പറഞ്ഞു, അക്കാലത്ത് രാവണനെ ജയിക്കാൻ കഴിവുള്ള ഒരു രാജാവും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ? ശ്രീരാമസ്വാമി ചോദിക്കുകയാണ്, ആ കാലത്ത് രാവണനെ ജയിക്കാൻ പറ്റിയ ആരും ഭൂമിയിൽ ഉണ്ടായില്ലേ? അതിനുത്തരായിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാർത്തവീരാർജുനന്റെ മുന്നിൽ രാവണൻ അന്ന് നേരിട്ട ഒരു പരാജയമുണ്ട്. കാർത്തവീരാർജുനന്റെ മുമ്പിൽ ഒരിക്കൽ രാവണൻ പരാജിതനായിട്ടുണ്ട്. രാവണൻ ഓരോ രാജാവിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ലോകങ്ങളെല്ലാം കീഴടക്കി പോയിക്കൊണ്ടിരിക്കെ സ്വർഗപുരിക്ക് തുല്യമായിരിക്കുന്ന, അതായത് സ്വർഗത്തിന് തുല്യമായിരിക്കുന്ന മാഹിഷ്മതി എന്ന ഒരു സ്ഥലത്ത് രാവണൻ എത്തിച്ചേർന്നു. ഹൈഹയാധിപതിയായിരിക്കുന്ന കാർത്തവീരാർജുനനുമായിരുന്നു അവിടുത്തെ അന്നത്തെ രാജാവ്. അപ്പം ആ സ്വർഗത്തിന് തുല്യമായ സ്ഥലം, ആ സ്ഥലത്തിന്റെ പേരെന്താണ്? മഹിഷ്മതി. അവിടുത്തെ രാജാവിന്റെ പേരാണ് കാർത്തവീരാർജുനൻ. ഓക്കെ. ഒരു ദിവസം അദ്ദേഹം നർമ്മദാ നദിയിലെ സ്ത്രീകളോടുകൂടി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെയാണ് രാവണനും അവിടെ എത്തിച്ചേരുന്നത്. താൻ ഇവിടെ വന്നെത്തിയിട്ടുണ്ടെന്നും കാർത്തവീരാർജുനനുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ വേഗം രാജാവിനോട് ഈ രാവണന്റെ അടുത്തേക്ക് ചെല്ലണമെന്നും പറഞ്ഞിട്ട് ഈ രാവണൻ എന്ത് ചെയ്തു? മന്ത്രിമാരെ വിട്ടു. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയില്ലെന്നായിരുന്നു ദൂതന്മാർ രാവണനെ അറിയിച്ചത്. അപ്പോൾ ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു, പക്ഷെ കാർത്തവീര്യാർജുനൻ വന്നില്ല എന്ന് പറഞ്ഞു. വിന്ധ്യാപർവ്വതത്തിൻ്റെ സാനുവിലായിരുന്നു രാവണൻ അന്ന് വന്ന് നിന്നത്. അവൻ പ്രകൃതി രമണീയമായിരിക്കുന്ന ആ പർവ്വതം കണ്ടിങ്ങനെ ആശ്ചര്യഭരിതനായി നിൽക്കുകയാണ് രാവണൻ. നേരം ഏകദേശം ഉച്ചയായി. നർമ്മദാ നദിയുടെ തീരമായിരുന്നു അത്. ശത്രുക്കളായി ഉണ്ടായ യുദ്ധത്താൽ ദേഹത്തിനുണ്ടായുള്ള ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നർമ്മദയിൽ പോയി കുളിച്ച് രാവണൻ എല്ലാവരോടും പറഞ്ഞു, കുറേ ഓടി കിടച്ചൊക്കെ നമ്മൾ വന്നതല്ലേ, ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി രാവണൻ എന്താ ചെയ്തത്? രാവണൻ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ നർമ്മദാ നദിയിലൊന്ന് കുളിച്ചിട്ട് വാന്ന് പറഞ്ഞു. താൻ അതിൽ സ്നാനം ചെയ്ത് അതിൻ്റെ മണൽ തട്ടിനിടയായിട്ട് പരമശിവന് പുഷ്പാവഹാരം സമർപ്പിക്കാൻ പോവുകയാണ്. രാവണൻ പറഞ്ഞു, ഞാൻ പരമശിവന് ഇവിടെ ഇരുന്ന് പുഷ്പങ്ങളൊക്കെ കൊടുത്ത് വരാം, നിങ്ങൾ അവിടെ പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞു. അതിനാവശ്യമായ പുഷ്പങ്ങളൊക്കെ നിങ്ങൾ പറിച്ചുകൊണ്ട് വരണം എന്നും പറഞ്ഞു. ഇതും പറഞ്ഞ് രാവണൻ നേരെ നദിയിലേക്ക് ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. ആ സമയത്ത് വസ്ത്രം മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മണൽ കൊണ്ടുണ്ടാക്കിയ ഒരു വേദിയിൽ ജംബൂനദമയമായിരിക്കുന്ന ശിവലിംഗമൊക്കെ സ്ഥാപിച്ച് പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്തോത്രങ്ങളൊക്കെ പാടി പൂജിച്ച് നൃത്തം വയ്ക്കുകയൊക്കെ ചെയ്തു. രാവണൻ മണൽത്തട്ടിൽ ശിവാരാധന ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു നർമ്മദാ നദി. ആ നദിയിലാണ് കാർത്തവീര്യാർജുനൻ സ്ത്രീകളുമായിട്ട് ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ 1000 കൈകളുടെ ബലം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? നേരെ രാവണൻ നർമ്മദയിലെ വെള്ളം അങ്ങ് തടഞ്ഞു നിർത്തി. ജലത്തിൻ്റെ ഒഴുക്ക് അങ്ങ് തടസ്സപ്പെട്ടപ്പോൾ ജലം 2 തടങ്ങളിലേക്കും കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. നടുക്ക് തന്നെ കൊണ്ട് 1000 കൈകൾ കൊണ്ട് രാവണൻ ആ നർമ്മദാ നദിയിലെ വെള്ളം തടസ്സപ്പെടുത്തി വെച്ചു. അന്നേരം വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു. വിധവൻ നാളികേരം ചെരുവോ? അങ്ങനെ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് രാവണന്റെ പുഷ്പോപഹാരം മുങ്ങുവാനും തുടങ്ങി. തൻ്റെ ശിവാരാധന അവസാനിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ രാവണൻ എന്ത് ചെയ്ത്, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് വിചാരിച്ചു. കാർത്തവീര്യാർജുനനാണ് കേട്ടോ കൈകൊണ്ട് നേരെ വെള്ളം തടഞ്ഞു നിർത്തിയത്. രാവണൻ ശിവാരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നു. 2 സൈഡിൽ നിന്നും, അതായത് നദി ഇങ്ങനെ വരുമ്പോൾ നദിയുടെ നടുക്ക് ഇങ്ങനെ വെള്ളം തടസ്സപ്പെട്ട് നിർത്തിയ 2 സൈഡിലേക്കും കരകവിഞ്ഞൊഴുകും. അപ്പോൾ ഒരു സൈഡിലാണ് രാവണൻ പൂജ ചെയ്യുന്നത്. പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്നപ്പോഴേക്കും അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കാൻ വേണ്ടി ശുഖാസാരണന്മാരെ തൻ്റെ വലതു കൈൻ്റെ വിരൽ കൊണ്ട് നിർദ്ദേശം നൽകി അന്വേഷിക്കാൻ പറഞ്ഞു. പൂജ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ രാവണൻ. ശുഖാസുരന്മാരോട് പറഞ്ഞു, പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അവർ 2 പേരും ആകാശത്തിലൂടെ എങ്ങനെ നദിക്ക് സമാന്തരമായിട്ട് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. ഏകദേശം ഒരു 1/2 യോജനയോളം ദൂരം സഞ്ചരിച്ചപ്പോൾ അവർ കണ്ടത് 1000 കൈകളുള്ള മഹാകായനായിരിക്കുന്ന ഒരു പുരുഷൻ നദീജലത്തിൽ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. തേങ്ങ വാങ്ങിയില്ലേ?
ഞാൻ എഴുതി തന്നല്ലേ ബിന്ദമ്മേ. പൈസ വേണ്ടേ? എന്താ? ഒരു മിനിറ്റ് അവിടെ ഞാൻ നോക്കട്ടെ. അതാ അങ്ങോട്ട് വാ. ഈ ബില്ല് അവിടെ കൊണ്ട് കാണിക്കും. എന്നിട്ട് പറയും നാളികേരം എടുത്തില്ല എന്ന് പറ. നല്ല ആള്. കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി സാധനങ്ങളൊക്കെ എഴുതി കൊടുത്ത് വിട്ട് തേങ്ങയ്ക്ക് ബില്ലടിച്ച് വന്നിട്ട് ഇപ്പം ഞാൻ നാളികേരം ചെറുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നാളികേരം എടുത്തില്ല കടയിൽ നിന്ന്. ഈ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അവർ നോക്കുന്ന സമയത്തുണ്ട് വലിയൊരു മനുഷ്യൻ നദിയുടെ നടുക്ക് നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, കുറേ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നദീജലം ഈ 1000 കൈകൾ കൊണ്ട് ഈ മനുഷ്യൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ശുഗാസുരന്മാരെന്ത് ചെയ്ത് പെട്ടെന്ന് ഓടി രാവണൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ കണ്ട കാഴ്ച രാവണനോട് പറഞ്ഞു. അത് കേട്ടപ്പം തന്നെ അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് കാർത്തവീര്യാർജുനൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ എന്ത് ചെയ്ത് മഹോദരൻ, മഹാപാർഷൻ, ശുഗസാരണന്മാര് അങ്ങനെയുള്ള രാക്ഷസന്മാരോടുകൂടി യുദ്ധത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. നേരെ അവിടെ ചെന്നു, കാർത്തവീര്യാർജുനൻ്റെ അടുത്ത് ചെന്നു. നദിയില് സ്ത്രീജനങ്ങളോടുകൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനെ കണ്ട രാവണൻ എന്താ ചെയ്തതെന്നറിയോ? കാർത്തവീര്യാർജുനനാണ്. രാവണൻ എന്ത് ചെയ്തു? താൻ യുദ്ധത്തിന് തയ്യാറായിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം മന്ത്രിമാരോട് പറഞ്ഞു. നിങ്ങൾ പോയി കാർത്തവീര്യാർജുനനോട് പറ, ഞാൻ യുദ്ധത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ രാവണനോട് അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം അർജുനനുമായിട്ട് യുദ്ധം ചെയ്യാമെന്നും അത്രയും ക്ഷമിക്കാൻ നിവർത്തിയില്ലെങ്കിൽ അവരുമായി യുദ്ധം ആരംഭിക്കാമെന്നും പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? എന്തായാലും ഇന്നിപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിയില്ല, നാളെ യുദ്ധം ചെയ്യാം, ഇന്നിവിടെ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവണന്റെയും അർജുനന്റെയും മന്ത്രിമാർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. രാവണന്റെ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇന്ന് ഇവിടെ നിൽക്ക്, എന്താ പറയുക, കാർത്തവീര്യാർജുനന്റെ ആൾക്കാർ പറയണം ഇന്നിവിടെ നിൽക്കുക, നാളെ യുദ്ധം ചെയ്യാം, നിങ്ങൾക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാർത്തവീര്യാർജുനന്റെ മന്ത്രിമാരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ രാവണന്റെയും കാർത്തവീര്യാർജുനന്റെയും എന്താ പറയുക മന്ത്രിമാര് തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. രാവണന്റെ യോദ്ധാക്കള് കാർത്തവീര്യാർജുനന്റെ സൈന്യത്തെ അങ്ങ് കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മഞ്ജരീസിന്റെ ഫോൺ എടുക്കാൻ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, മൈക്ക് ഡിസ്കണക്റ്റ് ആവും, എല്ലാം കൂടെ മറിഞ്ഞു കെട്ടി വീഴും. ഭയപ്പെട്ടോടിയ കാർത്തവീര്യാർജുനന്റെ അനുയായികള് ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് വിവരങ്ങൾ പറഞ്ഞു. അയാൾ ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്ന കാർത്തവീര്യാർജുനൻ എന്ത് ചെയ്ത് സ്ത്രീകളോട് പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് നദിയിൽ നിന്ന് അങ്ങോട്ട് കയറി. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കുളിക്കുക, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് കയറി. അദ്ദേഹത്തിന്റെ ഗദയും എടുത്ത് നേരെ രാവണന്റെ അടുത്തോട്ട് ചെന്നു. അർജുനൻ ആദ്യമായിട്ട് എതിരിട്ടത് മുസലമായി ചെന്ന പ്രഹസ്തനമായിരുന്നു. അർജുനന്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റിട്ട് പ്രഹസ്തലൻ നിലം പതിച്ചു, രാവണന്റെ കൂടെയുള്ളത്. പിന്മാറിയതായിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് മാരീചന്മാരും ശുഗസാരണന്മാരും ഒക്കെ രാവണൻ നോക്കുമ്പോൾ അടി കിട്ടുന്ന എല്ലാവരും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവണൻ എന്ത് ചെയ്തു? നേരിട്ട് കാർത്തവീര്യാർജുനനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് കാർത്തവീര്യാർജുനനും രാവണനും തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം തുടങ്ങി. അതിനിടയിൽ എല്ലാ ബലവും ഉപയോഗിച്ച് കാർത്തവീര്യാർജുനൻ എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ഗദ കൊണ്ട് രാവണന്റെ മാറിടത്തിൽ തന്നെ നല്ലൊരു അടി അങ്ങോട്ട് കൊടുത്തു. ഗദ രണ്ടായി മുറിഞ്ഞ് ഭൂമിയിൽ അങ്ങ് പതിച്ചു രാവണന്റെ ഗദ. ഗദാധാടമേറ്റ ദശഗ്രീവൻ ഒരു വിരൽപ്പാട് ദൂരത്തിലേക്ക് അങ്ങ് തെറിച്ചു വീണു. കാർത്തവീര്യാർജുനന്റെ അടി കിട്ടിയ രാവണൻ ഒരു കൈ അകലത്തിലൊക്കെ തെറിച്ചു വീണു. ബോധം പോയി കിടന്ന രാവണനെ കാർത്തവീര്യാർജുനൻ എന്ത് ചെയ്ത് കൈകൊണ്ടെടുത്തിട്ട് ബലമായിട്ട് അങ്ങ് കെട്ടിവെച്ചു. ദശമുഖൻ ബന്ധനസ്ഥനായത് കണ്ടപ്പോൾ ദേവാദിദേവന്മാരെല്ലാം കൂടെ സാധുവാദം മുഴക്കിക്കൊണ്ട് അർജുനന്റെ ദേഹത്തിൽ ഇങ്ങനെ പുഷ്പങ്ങൾ ചൊരിയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ദേവന്മാരെ നോക്കുമ്പം നമ്മുടെ രാവണൻ ബന്ധനസ്ഥനായിരിക്കണം. എല്ലാവരും കാർത്തവീര്യാർജുനന്റെ മേലെ ഇങ്ങനെ പൂക്കൾ ഇടാൻ തുടങ്ങി. ഗദാപ്രഹരം കൊണ്ട് ബോധമറ്റി കിടന്നിരുന്ന പ്രഹസ്തൻ മൂർച്ച വിട്ട് എഴുന്നേറ്റ് വന്ന് വീണ്ടും കാർത്തവീര്യാർജുനനോട് യുദ്ധം തുടങ്ങി. കാർത്തവീര്യാർജുനൻ രാക്ഷസന്മാരുടെ എല്ലാ ആയുധങ്ങളും പിടിച്ചെടുത്തിട്ട് അവയെ തന്നെ അവരുടെ നേരെ പ്രഹരമായിട്ട് കൊണ്ടു. അവരെല്ലാവരും നിൽക്കക്കളിയില്ലാതെ ഓടിപ്പോയി. കാർത്തവീര്യൻ രാവണനെയും കൊണ്ട് സ്വന്തം സ്ഥലത്തേക്ക് പോയി. കാർത്തവീര്യാർജുനൻ എന്ത് ചെയ്ത് രാവണനെയും കൂട്ടി നേരെ സ്വന്തം സ്ഥലത്തേക്ക് പോയി. രാവണന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് ഈ ഒരു ബുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും കേട്ടോ. മാക്സിമം എല്ലാവരും വരാം. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. പേജും ഗ്രൂപ്പും ശ്രദ്ധിക്കുക, ഞാൻ ഇട്ട് തരും. കാരണം നമുക്ക് 70 സംതിങ് അധ്യായമുണ്ട്. അത്
ഇന്നും നാളെയും കൂടെ നമുക്കത് എടുത്ത് തീർത്തേ പറ്റൂ. അല്ലെങ്കിൽ നാളെ രാത്രി ഞാൻ ഇല്ലാത്തത് കൊണ്ട് മറ്റന്നാൾ രാവിലെയും ഉണ്ടാവില്ല, മറ്റന്നാൾ രാത്രി ഉണ്ടാവില്ല, അതിൻ്റെ പിറ്റേന്ന്. അപ്പോൾ ഒരു 3 ദിവസം എവിടെയെങ്കിലും വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ, നെറ്റാണ് നമുക്കൊരു വിഷയം. അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്ക് കുറച്ച് കഴിയുമ്പം അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി കുക്ക് ചെയ്തിട്ട് അമ്മൂന് കുറച്ച് ഫുഡ് കൊടുത്ത് അവളെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുക്കട്ടെ. മാതാജി എന്നെ ഒന്ന് വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ പറഞ്ഞെന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ മെഡിസിൻ വാങ്ങിയൊക്കെ കൊടുക്കാം, ഭക്ഷണവും കൊടുക്കാം. അവളെ കുട്ടികളെയും എനിക്ക് സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. ഓക്കെ, കൂട്ടിക്കൊണ്ടുവന്ന് മക്കൾക്ക് കൂടെ ഒന്ന് ഭക്ഷണം കൊടുക്കട്ടെ. ഇനി ബീന്തമ്മ നാളികേരവും വാങ്ങി വന്ന് നാളികേരം തിരുമ്പി ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എത്ര നേരവും. സാരമില്ല. ഹരേ കൃഷ്ണ. രാജീമാതാജി, എനിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും നന്നായിട്ടിരിക്കും. ഞാൻ ഈ ഹരിബരി ഒന്ന് തീർക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. 12:30 കഴിഞ്ഞ് 1 മണിയായി. ഇവിടെ വേറൊരാൾക്ക് വിഷം തുടങ്ങും. അയാളിനിപ്പോൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കും. തൈര് കൊണ്ടുവന്ന് വെച്ചത് കാരണം ഇപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഇവിടെ ഇളകും. എത്ര പേർക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിച്ച് വരുമ്പോഴത്തേക്ക് ഒരു നേരമാവും. ഇപ്പോൾ ഇയാളുടെ വിശപ്പ് മാറ്റിയിട്ടില്ലെങ്കിൽ അതായാലും വലിയ പ്രശ്നം. ഇവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്താം. പറയാം മാതാജി, പറയാം, നോക്കിയിട്ട് പറയാം. ഇയാളെ വിശപ്പ് മാറ്റണേ. പോട്ടെ കേട്ടോ. ശരി, ഹരേ കൃഷ്ണ. മാതാജി വിളിക്കൂ, ജയന്തി മാതാജി വിളിക്കൂ.